ചേലത്തുമ്പിൽ പിടിച്ച് അട്ടഹസിക്കുന്ന ദുശാസനന്റെ ഭാവത്തിൽ ദുർഗയുടെ സാരിയുടെ അഗ്രത്തിൽ മുറുക്കി പിടിച്ചു നിന്നു SI ചോര ഡേവിഡ്. ലെനിനും ഇരുമ്പു കമാലും ടിപ്പർ ശെൽവവും അടങ്ങുന്ന ഗുണ്ടാസംഘം ഇത് കണ്ട് അലറിച്ചിരിച്ചു. ചന്ദന നിറമാർന്ന ദുർഗയുടെ വയറും കഴുത്തുമൊക്കെ അവർക്ക് ഹരമേകി. വായിലൂടെ തുണി ചുറ്റി തൂണിൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ദുർഗ ശിരസ് ഇടംവലം വെട്ടിച്ചുകൊണ്ടിരുന്നു. എന്തിയടി നിന്റെ ഉശിരൊക്കെ? അല്പം കൂടി മുന്നോട്ട് നീങ്ങി നിന്ന് ഡേവിഡ് പല്ലു ഞെരിച്ചു. രാവിലെ എടി പൊടിയെന്നൊക്കെ വിളിച്ചത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ദുർഗ പൊടുന്നനെ മിഴികൾ തുറന്നു. നനവ് തങ്ങി നിൽക്കുന്ന കൺപീലികൾക്കുള്ളിലൂടെ രണ്ട് ചുവന്ന രത്നങ്ങൾ പോലെ അവളുടെ കണ്ണുകൾ അയാൾ കണ്ടു. അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നി ഡേവിഡിന്. അയാൾ അവളുടെ വായിൽ കെട്ടിയിരുന്ന തുണി വലിച്ചഴിച്ചു. ഒറ്റയാട്ടായിരുന്നു ദുർഗ. ഡേവിഡിന്റെ മുഖത്തേക്കും കുറച്ച് തുപ്പൽ തെറിച്ചു വന്നു വീണു. നേർത്ത ചിരിയോടെ ഡേവിഡ് അത് തുടച്ചു മാറ്റി. എന്തിനീ, നിന്റെ ഒരുപാട് തുപ്പൽ പുരളേണ്ട മുഖമല്ലേടി ഇത്? അതുകൊണ്ട് സാരമില്ല. നിന്റെ തുപ്പലിനുമുണ്ടൊരു വീര്യം. ദുർഗയുടെ ഞെരിയുന്ന പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരഞ്ഞ് വാക്കുകൾ പുറത്തു ചാടി. കാക്കിയുടുപ്പിനെ വ്യഭിചരിക്കുന്ന ചെറ്റേ! മുഖമടിച്ച് ഒരടി കിട്ടിയതുപോലെ ഡേവിഡ് വിളറി. ദുർഗ വെല്ലുവിളിച്ചു. ആണെന്ന് പറയുന്ന ഒരുത്തനുമെങ്കിലും ഉണ്ടോടാ ഇക്കൂട്ടത്തിൽ? ഒറ്റ കുതിപ്പിൽ മുന്നിലെത്തിയ ലെനിൻ കൈവീശി അവളുടെ കരണത്തൊന്ന് കൊടുത്തു. മനസ്സിലായോടി ആണുങ്ങളുണ്ടെന്ന്? ദുർഗ പതറിയില്ല, കരഞ്ഞില്ല. അവളുടെ കവിളിൽ അവന്റെ കൈവിരൽ പാടുകൾ തിണർത്തു കിടന്നു. അവൾ കൂടുതൽ ജ്വലിച്ചു. ആണായിരുന്നെങ്കിൽ നീയൊന്നും എന്നെ കെട്ടിയിട്ടിട്ടെങ്ങനെ വീരസ്യം വിളമ്പില്ലായിരുന്നടാ. എന്നെ നശിപ്പിച്ചാലും കൊത്തിയരിഞ്ഞാലും നിന്റെ ഒന്നും മുന്നിൽ ഞാൻ അഭിമാനത്തിന് വേണ്ടി കേഴില്ല. കഴിയും വിധം ഞാൻ പ്രതിരോധിക്കുകയും ചെയ്യും. ആ തന്റെ അടുത്തിന് മുന്നിൽ സകലരും ഒരു മാത്ര മിഴിച്ചു നിന്നു. ആണിന്റെ കരുത്തെന്തെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുത്തി തരാമടി. ലെനിന്റെ കണ്ണുകൾ കൂടുതൽ ഇടുങ്ങി. എന്തു കരുത്ത്? ദുർഗ പുച്ഛിച്ചു. തെരുവ് നായ്ക്കളുടേതുപോലെയുള്ള നിന്റെയൊക്കെ പുരുഷത്വമാണോ കരുത്ത്? ബന്ധനസ്ഥയായ പെണ്ണിനോട് നീയൊക്കെ അത്തരം കരുത്ത് കാണിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഭ്രാന്തിയോടും കടത്തിണ്ടയിൽ ഉറങ്ങുന്നവളോടും വരെ നിങ്ങളത് കാണിക്കാറുണ്ടല്ലോ. ലെനിൻ ശരിക്കും വിളറിപ്പോയി. അവൻ തല തിരിച്ച് ചോര ഡേവിഡിനെ ഒന്ന് നോക്കി. ഡേവിഡ് സാറേ, തുടങ്ങിക്കോ. ഇവളുടെ നാവിൽ നിന്ന് നീ ശിവജിയെക്കുറിച്ച് അറിയാനെന്ന് നിൽക്കണ്ട. തിരിഞ്ഞു നിന്ന് അവൻ ടിപ്പർ ശെൽവത്തോട് കൽപ്പിച്ചു. കരിമ്പിൻ തോട്ടത്തിൽ 6 അടി നീളമുള്ള ഒരു കുഴി എടുത്തോടാ. പുലരും മുമ്പ് ഇവളെ നമ്മൾ വെട്ടി മൂടിയിരിക്കും. അതിന് മീതെ നടാൻ കുറെ കരിമ്പിൻ ചാട്ടകളും എടുത്തു വെച്ചോ. ഇവളുടെ ശവം തിന്ന് വളരുന്ന കരിമ്പുകൾക്ക് കഞ്ചാവിനേക്കാൾ വീര്യമുണ്ടാവും. പറഞ്ഞതും അവൻ അവളുടെ ബ്ലൗസ് വലിച്ചു കീറി. ആർത്തി പൂണ്ട ഒരു പറ്റം കണ്ണുകൾ അവിടെ പതിഞ്ഞു. ലെനിൻ പിന്നോട്ട് മാറി. ഡേവിഡ് മുന്നോട്ടെടുത്തു. അയാൾ അവളുടെ സാരിയുടെ കുത്തിൽ പിടിച്ചു. വൃത്തികെട്ടവനെ! ദുർഗ കാറിത്തുപ്പി. ഇത്രയും കാലം താൻ കാത്തു സൂക്ഷിച്ചതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ദുർഗയുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ നിറഞ്ഞില്ല. ഡേവിഡ് അവളുടെ ഓറഞ്ച് അല്ലുകൾ പോലെയുള്ള ചുണ്ടുകളിലേക്ക് തന്റെ സിഗരറ്റ് കറ പുരണ്ട ചുണ്ടുകൾ അടുപ്പിക്കാൻ ബാധിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തു കിടന്നിരുന്ന സുമോകളിൽ ഒന്ന് സ്റ്റാർട്ടായി. സകലരും തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി. ചെകുത്താന്റെ തീക്കണ്ണുകൾ പോലെ അതിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. അടുത്ത നിമിഷം ബുൾഡോസറിന്റെ ശക്തിയിൽ ഒറ്റ വരവായിരുന്നു അത്. ഓടിക്കോ! ആരോ അലറി പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഭാഗത്തെ ചുടുകട്ടകൾ തകർത്ത് സുമോയുടെ മുഖം കെട്ടിടത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ലെനിനെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് ഡേവിഡും മറുഭാഗത്തേക്ക് മറിഞ്ഞു. റാന്തൽ വിളക്ക് തെറിച്ചു വീണ് ചിതറി. അതിൽ നിന്നും വളം കൊണ്ടുവരുന്ന ചാക്കുകളിലേക്ക് മണ്ണെണ്ണ വീണു. അടുത്ത നിമിഷം തീ പടർന്നു തുടങ്ങി. മുറി മുഴുവൻ മൺപൊടി ഇളകി പറന്നു. ലെനിൻ ചാടി എഴുന്നേറ്റ് നോക്കി. ഒന്നും കാണാൻ വയ്യ. പിടിക്കാനേ! ആരോടുന്നില്ലാതെ ലെനിൻ അലറി. ഇരുമ്പു കമാൽ സുമോയിലേക്ക് കുതിച്ചെത്തി. ആ ക്ഷണം ഡോർ ശക്തിയിൽ തുറക്കപ്പെട്ടു. പങ്കായം കൊണ്ട് മുഖത്തടിയേറ്റതുപോലെ കമാൽ പിന്നോട്ട് തെറിച്ചു വീണു. സുമോയിൽ നിന്ന് ഒരാൾ കാട്ടുപന്നിയെ പോലെ കുതിച്ചു ചാടി ഇരുളിൽ മറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ദുർഗയ്ക്ക് മനസ്സിലായില്ല. തന്റെ പിന്നിലെ ഇരുളിൽ ഒരു ചലനമുണ്ടായതും കെട്ടുകൾ അറുക്കപ്പെട്ടതും മാത്രം അവൾ അറിഞ്ഞു. ഒപ്പം കാതുകൾക്കരിയിൽ ഒരു പതിഞ്ഞ ശബ്ദം കേട്ടു. മിണ്ടരുത്, എത്രയും വേഗം രക്ഷപ്പെടണം. അവളുടെ കയ്യിൽ ബലമുള്ള ഒരു കൈത്തല മുറുകി. ആ കൈ അവളെ പിന്നിലേക്ക് വലിച്ച് ഭിത്തി തകർന്ന ഭാഗത്തുകൂടി പുറത്തെത്തിച്ചു.
പിന്നെ കരിമ്പിൻ തോട്ടത്തിന് നടുവിലെ ഇടവഴികളിലൂടെ താഴേക്കോടി. അവൾ വീഴും എന്ന് തോന്നിയപ്പോൾ രണ്ടു കൈകൾ അവളെ താങ്ങി പിടിച്ചു. പിന്നെ ഒരു കുട്ടിയെ എന്നവണ്ണം അവളെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഓടി. താൻ സുരക്ഷിതയായെന്ന് ദുർഗയ്ക്ക് തോന്നി. അവൾ ആ മനുഷ്യന്റെ കഴുത്തിൽ കൈ ചുറ്റി ആ തോളിൽ മുഖം ചേർത്ത് കിടന്നു. കോവിൽ കടവിനരിൽ കരിമ്പിൻ തോട്ടത്തിലേക്ക് കയറ്റിയ നിലയിൽ ഒരു പിക്കപ്പ് വാൻ കിടന്നിരുന്നു. അയാൾ അവളെ ഇടതുഭാഗത്തെ സീറ്റിലിരുത്തി ഡോർ അടച്ചു. അപ്പോഴേക്കും ഏതാണ്ട് അർദ്ധബോധാവസ്ഥയിൽ ആയി കഴിഞ്ഞിരുന്നു ദുർഗ. ആ മനുഷ്യൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുതിച്ചു വീണു. എഞ്ചിൻ മുരണ്ടു. മിന്നൽ പോലെ വാൻ പാഞ്ഞുപോയി. കരിമ്പിൻ തോട്ടത്തിലെ ലെനിന്റെ കെട്ടിടത്തിൽ മേൽക്കൂരയോളം തീ പടർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭിത്തി ഇടിച്ചു തകർത്ത സുമോയ്ക്കും തീ പിടിച്ചു. ലെനിനും സംഘവും പതറി പരിഭ്രമിച്ച് അങ്ങിങ്ങു നിൽപ്പുണ്ട്. നമ്മുടെ ആരും അകത്തില്ലല്ലോ? ഹിതപ്പടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലെനി തിരക്കി. ഇല്ല, ആരോ പറയുന്നത് കേട്ടു. ആ പെണ്ണ് അതിനകത്തില്ലേ? ഇല്ല മുതലാളി. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ചോര ഡേവിഡും ലെനിനും. ആരാണ് അവളെ രക്ഷിച്ചത്? രക്ഷകനായി വന്ന് സംഹാരം നടത്തിയത് ആരാണ്? അവരുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കെട്ടിടത്തിനുള്ളിൽ വെടിപൊട്ടുന്ന ഒച്ചയിൽ മദ്യക്കുപ്പികൾ പൊട്ടിത്തെറിച്ചു. ഒപ്പം അതിഭീകരമായ ഒരു സ്ഫോടനം കൂടി. സുമോയുടെ ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ചതായിരുന്നു അത്. ചുറ്റുമുള്ള കരിമ്പിൻ തോട്ടത്തിലേക്ക് തീ പടർന്നു തുടങ്ങി. ഇനി നിൽക്കണ്ട, പോകാം. അവശേഷിച്ച വാഹനങ്ങളിൽ അവർ കയറി. പ്രാണൻ വാരി പിടിച്ചുകൊണ്ട് കുന്നിറങ്ങി. രാത്രി 11:30. മറയൂർ ശാന്ത ഹോസ്പിറ്റലിന് മുന്നിൽ 2 ഓട്ടോകൾ പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. അതിലൊന്നിൽ നിന്ന് ചോരയിൽ കുളിച്ച ഒരു സ്ത്രീയെ താങ്ങി പിടിച്ചുകൊണ്ട് ചിലർ ഇറങ്ങി. മീനാക്ഷിയമ്മ. അവരുടെ വയറിനു മീതെ ഒരു തുണി ചുറ്റി കെട്ടിയിട്ടുണ്ട്. ആ തുണിയിലേക്കും ചോര പടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഓട്ടോയിൽ നിന്ന് ചെല്ലനും 2 ഡ്രൈവർമാരും ഇറങ്ങി. അവർ മീനാക്ഷിയമ്മയെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. എന്ത് സംഭവിച്ചതാ? ഡ്യൂട്ടി ഡോക്ടർ തിരക്കി. അതൊന്നും പറയാൻ ഇപ്പം നേരമില്ല. ആ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. സംഭവിച്ചാൽ പിന്നെ നിങ്ങളും ഈ ആശുപത്രി കെട്ടിടമൊന്നും ഇവിടെ കാണില്ല. ശിവജിയുടെ അമ്മയാണിത്. ഓട്ടോ ഡ്രൈവർ പളനിച്ചാമി ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞത്. ഡോക്ടർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. പെട്ടെന്ന് മീനാക്ഷിയമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. മറ്റു ഡ്രൈവർമാരായ കാത്തി, മുത്തു, ആനന്ദരാജ് എന്നിവർ പളനിച്ചാമിക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു. ശരിക്കും എന്താ പളനിയണ്ണ നടന്നത്? പളനിച്ചാമി കൈമലർത്തി. എന്റെ ഫോണിലേക്കൊരു കോള് വന്നടാ. ശിവജിയുടെ അമ്മയെ ആരാണ്ട് വെട്ടിന്ന്. ഞാൻ ചെല്ലുമ്പോൾ മീനാക്ഷിയമ്മയുടെ മുറിവിൽ തുണി ചുറ്റിക്കെട്ടി വച്ചിട്ടുണ്ട്. ആ ചെക്കൻ ചെല്ലൻ അവിടെ ഇരുന്ന് കരയുന്നു. മറ്റുള്ളവർ മുഖം ചുളിച്ചു. പളനിച്ചാമി തുടർന്നു. ചെക്കൻ പറഞ്ഞതനുസരിച്ച് ഒരാൾ രാവിലെ മുതൽ ശിവജിയുടെ വീട്ടിലുണ്ടായിരുന്നു. രാത്രിയിൽ അവിടെ എത്തിയ ഒരു സംഘവുമായി ആ മനുഷ്യൻ ഏറ്റുമുട്ടി. അതിനിടെ അയാൾ അടിയേറ്റ് വീണു. സംഘം മീനാക്ഷിയമ്മയെ വെട്ടിയിട്ട് ദുർഗയെ പിടിച്ചോണ്ട് പോയി. ഏ? ആ. പളനിച്ചാമി തലയാട്ടി. ബോധം വീണപ്പോൾ ആ മനുഷ്യനാ എനിക്ക് ഫോൺ ചെയ്തതും മുറിവിൽ തുണി കെട്ടിയതും. പിന്നെ അയാൾ അവിടുന്ന് മാറി. എന്നാലും ആരായിരിക്കും അത്? പളനിയണ്ണന്റെ നമ്പർ അറിയാവുന്ന നിലയ്ക്ക് നമ്മളെ പരിചയമുള്ളവരാരോ ആണ്. ഓട്ടോ ഡ്രൈവർമാർ പരസ്പരം നോക്കി. അത് നേരാ, പളനി സമ്മതിച്ചു. പോലീസ് കണ്ട പിടി വീഴും. അതുകൊണ്ട് മാത്രമാ അയാൾ മാറിക്കളഞ്ഞത്. അതാരാ? മൂവരും ഒന്നിച്ചാണ് തിരക്കിയത്. ചന്ദ്രേട്ടൻ, ട്രാക്ടർ ഡ്രൈവർ. മറ്റുള്ളവർ അവിശ്വസനീയതയോടെ നിന്നു. അല്പം കഴിഞ്ഞ് മുത്തു തിരക്കി. ശിവജിയെ വിവരം അറിയിക്കണ്ടേ? വേണം, പക്ഷേ അവൻ എവിടെയെന്ന് ആർക്കും അറിയത്തില്ല. മജീദിക്കയുടെ നമ്പറിലേക്ക് വിളിച്ചാലോ? കാന്തി തൻ്റെ ഫോൺ എടുത്തു. പ്രയോജനമില്ല, അതും കിട്ടുന്നില്ല. പറഞ്ഞുകൊണ്ട് പളനിച്ചാമി ഒരു കസേരയിലിരുന്നു. ആ നേരത്തെ ലെനിനും SI ചോര ഡേവിഡും അടങ്ങുന്ന സംഘം മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ കുരിശുമലയുടെ നെറുകിലായിരുന്നു. മഞ്ഞിൽ കുളിച്ച തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അവരുടെ വിയർപ്പും കിതപ്പും അടങ്ങിയിട്ടില്ല. ലെനിൻ അസ്വസ്ഥതയോടെ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ചുറ്റും നോക്കി. നേരത്തെ നാട്ടുവെളിച്ചത്തിൽ പ്രേതഭവനങ്ങൾ പോലെ കാണുന്ന മുനിയറകൾ. പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇവിടെ നിന്നായിരുന്നുവെന്ന് അവന് തോന്നി. ഭഗവതിയപ്പന്റെ പെങ്ങൾ സീതയെ കൊന്ന് മുനിയറയിൽ ഇട്ടതു മുതൽ, ആ കേസിൽ ശിവജിയെ അകത്താക്കിയതു മുതൽ ലെനിന്റെ മനസ്സിൽ ഒരു തീക്കാറ്റ് വട്ടം ചുറ്റി നിന്നു. കുടിക്കാൻ ഇത്തിരി വെള്ളമോ മദ്യമോ കിട്ടിയിരുന്നെങ്കിൽ. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ തന്റെ എത്ര വണ്ടികളാണ് തകർക്കപ്പെട്ടത്? 1000 വണ്ടികൾ പോയാലും തനിക്കൊരു പുല്ലുമില്ല. പക്ഷേ ശത്രുക്കളുടെ എണ്ണം പെരുകിയാൽ, ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഒറ്റ എണ്ണമില്ലാതെ എല്ലാത്തിനെയും തീർത്തേ പറ്റൂ. ആ ചിന്തയോടെ അവൻ പിന്നോട്ട് ചാഞ്ഞ് പാറയിൽ മലർന്നു കിടന്നു. ആ നേരത്തായിരുന്നു ചോര ഡേവിഡിന്റെ ചോദ്യം. ലെനിൻ, നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ ഞാൻ എന്തു വേണം? അവന് ദേഷ്യം വന്നു. ദുർഗയെ കൊണ്ടുപോയത് ആരാണെന്ന് അറിയണം. അവനെയും അവളെയും ഈ രാത്രി തന്നെ ഇല്ലാതാക്കണം.
അത് നടന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ? അവൻ എഴുന്നേറ്റിരുന്നു. എന്നെ അങ്ങ് മൂക്കിൽ കയറ്റിക്കളയുമോ? ഡേവിഡ് ശബ്ദമില്ലാതെ ഒന്ന് ചിരിച്ചു. കമാലിന്റെ വെട്ടേറ്റ് ശിവജിയുടെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടന്നതെല്ലാം ദുർഗ ശിവജിയോടും പത്രക്കാരോടും പറഞ്ഞ് ലെനിന്റെ മനസ്സിൽ ഒരു ചൂണ്ട കൊളുത്തി വലിച്ചു. അവൻ എഴുന്നേറ്റിരുന്നു. ഡേവിഡ് തുടർന്നു. ആരും ലെനിനെ മൂക്കിൽ കയറ്റത്തില്ലായിരിക്കും. പക്ഷേ സത്യം പുറത്തു വന്നാൽ അത് ഇലക്ഷനെ ബാധിക്കും. ജനങ്ങൾക്ക് പകയുണ്ടായാൽ അവർ എതിർ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും. ലെനിന്റെ തലച്ചോറിൽ വെളിച്ചം മിന്നി. ഡേവിഡ് സാർ പോലീസിനെ വിളിക്ക്. മറയൂറും കാന്തല്ലൂരും മുഴുവൻ അരിച്ചു പെറുക്കാൻ പറ. എന്റെ ആളുകളും ആ നിമിഷം മുതൽ അന്വേഷണം തുടങ്ങുകയാണ്. അവൻ തിരിഞ്ഞ് കമാലിനെ നോക്കി. കമാലെ, കണ്ടേന സാബുവിനെയും കത്രിക പരുമനെയും കൂടി വിളിച്ചു വിവരം പറ. ഓ. കമാൽ ഫോൺ എടുത്തു. ഡേവിഡ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലെനിനും ഫോൺ എടുത്ത് മൂന്നാർ ഡിവൈഎസ്പി രാജൻ പണിക്കരുടെ നമ്പറിൽ കുത്തി തുടങ്ങി. കുരിശുമലയിൽ സെൽഫോണുകളുടെ വെളിച്ചം മിന്നിക്കൊണ്ടിരുന്നു. സമയം 12:30. നെറ്റിയിലൂടെ ഐസിന്റെ തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെയും തലമുടിയിൽ ആരോ മൃദുവായി തഴുകുന്നത് പോലെയും തോന്നിയപ്പോഴാണ് ദുർഗ മെല്ലെ കണ്ണുകൾ തുറന്നത്. കനത്ത മഞ്ഞിനുള്ളിൽ എന്നതുപോലെ ഒരു രൂപമാണ് ആദ്യം തോന്നിയത്. അവൾ വീണ്ടും വീണ്ടും കണ്ണുകൾ ചിമ്മി തുറന്നു. ഇപ്പോൾ കാഴ്ച കുറെ കൂടി വ്യക്തം. തന്റെ അരികിൽ ഒരു മനുഷ്യൻ കുനിഞ്ഞിരിക്കുന്നു. ആരാ? അലറിക്കൊണ്ട് അവൾ ചാടി എഴുന്നേക്കാനഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അവളുടെ തോളിൽ ബലമായി പിടിച്ച അവിടെ തന്നെ കിടത്തി. കിടക്കു പെണ്ണെ അവിടെ. സ്നേഹസ്വാന്തനം പോലെ ഒരു ശബ്ദം. പനികൊണ്ട് ചുട്ടുപൊള്ളി വിറയ്ക്കുകയാണ് നീ. നിന്റെ നെറ്റിയിൽ ഞാൻ നനഞ്ഞു തുണിയിട്ടിരിക്കുകയാണ്. അതോടെ അവളുടെ ആശങ്ക നീങ്ങി. ഈ ശബ്ദം താൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. ലെനിന്റെ കരിമ്പിൻ തോട്ടത്തിലെ കെട്ടിടത്തിൽ വെച്ച്. കെട്ടുകൾ അറുത്തുമാറ്റി തന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ശബ്ദം. പെട്ടെന്ന് അവൾ ആ മനുഷ്യനെ തൊഴുതു. ക്ഷമിക്കണം. അയാൾ ചിരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ എവിടെയാണ്? സാർ ആരാണ്? സ്വന്തം സുഹൃത്തിനോട് എന്നതുപോലെയായിരുന്നു അപ്പോൾ അവളുടെ ചോദ്യം. നീ സുരക്ഷിതമായ ഒരിടത്ത്. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. ലെനിൻ എന്നല്ല, അവൻ്റെ തന്ത MLA ഗോപിദാസ് വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടെത്താൻ കഴിയില്ല. പോരെ? മതി. അവൾ തലയാട്ടി. പിന്നെ ഞാൻ. അയാൾ ഒന്ന് നിർത്തി. നിന്റെ ഏട്ടൻ ശിവജിക്ക് എന്നെ അറിയാം. സസ്പെൻഷനിലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. പേര് ആന്റണി. CI ആന്റണി. തൻ്റെ ശരീരത്തിലൂടെ ഒരു കുളിര് പാഞ്ഞു പോയത് ദുർഗ അറിഞ്ഞു. ആന്റണി സർ. ഭയം പോയല്ലോ. എപ്പോഴേ പോയി. അവൾ ചിരിച്ചു. പെട്ടെന്ന് അവൾ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ഒരു ബെഡ്ഷീറ്റ് പുതപ്പിച്ചിരിക്കുന്നു. ആന്റണിക്ക് അത് മനസ്സിലായി. നിന്നെ പുതപ്പിക്കുക എന്നൊരു മഹാഭാവമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പോ സാറേ. അവൾക്ക് നാണം വന്നു. കവിളുകളിൽ 2 നുണക്കുഴികൾ തെളിഞ്ഞു. നിനക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ മറ്റോ? ഒന്നും വേണ്ട സർ. നിനക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഇവിടെ വന്ന സമയത്ത് നീ 6 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. ഉവ്വോ, ഞാൻ ഓർക്കുന്നില്ല സർ. പെട്ടെന്ന് അവൾ തിരക്കി. സാർ, എൻ്റെ അമ്മ. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മീനാക്ഷിയമ്മ ശാന്ത ഹോസ്പിറ്റലിലുണ്ട്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ശിവജി. ഏട്ടൻ എവിടെ സാറേ? അതൊക്കെ പിന്നെ പറയാം. എനിക്ക് അമ്മയെ കാണണം. അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഭ്രാന്ത് പറയാതെ പെണ്ണെ. സ്നേഹപൂർവ്വം അയാൾ ശാസിച്ചു. ഡേവിഡിന്റെ പോലീസുകാരും ലെനിന്റെ ആളുകളും നിന്നെയും നിന്നെ കടത്തിക്കൊണ്ടുപോകുന്നവനെയും തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിന്? കൊല്ലാൻ. കിടുങ്ങിപ്പോയി അവൾ. അതെ, ആന്റണി പറഞ്ഞു. എന്നാലല്ലേ ഈ രാത്രി നടന്നതൊക്കെ മറ്റാരും അറിയാതിരിക്കൂ. മനസ്സിലായോ? ദുർഗയ്ക്ക് മിണ്ടാനായില്ല. അല്പം കഴിഞ്ഞ് അവൾ തിരക്കി. സാറെങ്ങനെ ആ നേരത്ത് അവിടെ എത്തി? ലെനിനെ പിന്തുടർന്ന്. എൻ്റെ ശ്രദ്ധ എപ്പോഴും അവനിലുണ്ട്. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. പെട്ടെന്ന് ആന്റണിയുടെ സെൽഫോൺ ഇരമ്പി. അയാൾ അതെടുത്ത് നമ്പർ നോക്കി. പിന്നെ കാതോട് ചേർത്തു. എപ്പോൾ? ആന്റണി അലർച്ച പോലെ ചോദിച്ചു. ദുർഗ ഞെട്ടലോടെ CI ആന്റണിയെ നോക്കി. ഇപ്പോൾ അയാളുടെ മുഖത്ത് നേരത്തെ കണ്ട ഭാവമല്ല. ഉദ്യോഗവും ഞെട്ടലും മാറി മാറി പ്രതിഫലിക്കുന്നു. മുന്നിൽ ദുർഗയുണ്ടെന്ന് പോലും അയാൾ വിസ്മരിച്ചതുപോലെ. പറ, വേഗം പറ. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് അവളുടെ കിടക്കകരിയിൽ നിന്ന് ആന്റണി എഴുന്നേറ്റു. പിന്നെ യാന്ത്രികമായി പുറത്തേക്ക് ചുവടുകൾ വെച്ചു. സർ. അപ്പുറത്തു നിന്നുള്ള സംഭാഷണം അയാളുടെ കാതുകളിലേക്ക് വീണുകൊണ്ടിരുന്നു. ഇന്ന് വൈകിട്ട് കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോയവരാ കണ്ടത്. അസഹ്യമായ ദുർഗന്ധമുണ്ടായപ്പോൾ അവര് തെരഞ്ഞു ചെന്നതാ. പാറയിടുക്കിൽ കത്തിക്കരിഞ്ഞ് അളിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം.
അവർ ഉടനെ രാജൻ പണിക്കർ സാറിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. എന്നിട്ട് സി ആന്റണിയുടെ ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അത് പിടച്ചുകൊണ്ടിരുന്നു. അന്വേഷിച്ചോളാമെന്ന് മാത്രം പണിക്കർ സാറ് അവരോട് പറഞ്ഞു. പിന്നെ ഏറ്റവും വിശ്വസ്തരായ ചിലരെ രഹസ്യമായി വിവരം ശേഖരിക്കാൻ വിട്ടു. പറഞ്ഞോളൂ. അവർ പോയി വിവരം അറിഞ്ഞു വന്നു. ബോഡി കോൺസ്റ്റബിൾ പ്രഭാകരൻ്റേത് തന്നെയാണെന്ന് അവർ പണിക്കർ സാറിനെ അറിയിച്ചിരിക്കുന്നത്. പണിക്കർ സാറിൻ്റെ അടുത്ത പരിപാടി എന്താ? സംഗതി എങ്ങനെയെങ്കിലും ഒതുക്കി കളയുക തന്നെ. വനത്തിൽ തന്നെ ഒരു കുഴിയെടുത്ത് ശവം മൂടാനാണ് സാധ്യത. അതിനായി അടിമാലിയിലുള്ള ഒരു കൊട്ടേഷൻ സംഘത്തെ നിയോഗിക്കുമെന്ന് അറിയുന്നു. രാത്രി അവസാനിക്കും മുമ്പ് തന്നെ അത് നടന്നിരിക്കും. പണിക്കർ സാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ. പോലീസിനെ ഉൾപ്പെടുത്തില്ലേ? അതിന് തീരെ സാധ്യതയില്ല. അല്ലെങ്കിൽ പണിക്കർ സാറിന്റെ വിശ്വസ്തരിൽ ചിലർ കണ്ടേക്കാം. താങ്ക്സ്. ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാലും അറിയിക്കണം. ശരി സർ. അപ്പുറത്ത് ഫോൺ ബന്ധം മുറിഞ്ഞു. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആന്റണി തുറിച്ച കണ്ണുകളോടെ അല്പനേരം നിന്നു. കോൺസ്റ്റബിൾ പ്രഭാകരന്റെ രൂപം അയാളുടെ മനസ്സിൽ മിന്നിക്കൊണ്ടിരുന്നു. ഡിപ്പാർട്ട്മെന്റിനോടും തന്നോടും ഒരുപാട് ആത്മാർത്ഥതയോടെ സഹകരിച്ചിരുന്നവൻ. സത്യത്തിന് നീതിക്കും വേണ്ടി പ്രാണൻ പോലും നൽകാൻ തയ്യാറായിരുന്നവൻ. അതുകൊണ്ടാണ് പ്രഭാകരന് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. പിന്നെ തന്നെ സഹായിച്ചതുകൊണ്ടും. ആന്റണി കൈവിരലുകൾ ചേർത്ത് വല്ലാതെ മുറുക്കി. മരക്കവും പൊടിയുന്നത് പോലെ ഞൊട്ടകൾ കേട്ടു. ഒക്കെ രാജൻ പണിക്കർ സാറിന്റെ അറിവോടെയായിരുന്നു. അയാളെ തനിക്കിന്ന് നേരിൽ കാണണം. പ്രഭാകരന് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ ഒരു മുഖാമുഖം ഉണ്ടാവുമെന്ന് താൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആന്റണി സെൽഫോണിൽ ചില പേരുകൾ തപ്പി. അഞ്ചുനാട് കേബിൾ വിഷനിലെ ചന്ദ്രശേഖരന്റെ നമ്പർ എടുത്ത് അതിലേക്ക് വിളിച്ചു. നാലാമത്തെ ബെല്ലിന് ചന്ദ്രശേഖരൻ അറ്റൻഡ് ചെയ്തു. ആന്റണി ചില സുപ്രധാന കാര്യങ്ങൾ അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ട് തിരിച്ച് ദുർഗയുടെ അടുത്തെത്തി. അപ്പോഴേക്കും ആ മുഖത്തെ മുറുക്കം തെല്ല അയഞ്ഞിരുന്നു. ദുർഗെ, കുറെ കഴിഞ്ഞ് ഞാൻ ഒരിടം വരെ പോകും. നേരം പുലരുമ്പോഴേക്ക് മടങ്ങിയെത്തൂ. നീ പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. അയാൾ തിരിഞ്ഞു നടക്കാനാഞ്ഞു. സാർ, എന്നെ എപ്പോ തിരികെ വിടും? ശിവജി എത്തിയാലുടൻ അവന്റെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കും. പോരെ? നടന്നുപോയ ആന്റണിയുടെ കാലടിയൊച്ചകളും അവസാനിച്ചു. സമയം 1 മണി. ഇരുമ്പു കമാലും ശെൽവവും മൂന്നാറിലും മറയൂറിലുമായി ദുർഗയെയും അവളെ രക്ഷപ്പെടുത്തിയ ആളെയും തിരഞ്ഞു. കണ്ടെയ്നർ സാബുവും കത്രിക പരമവും കാന്തല്ലൂരും പരിസര പ്രദേശങ്ങളിലും അവരെ അന്വേഷിച്ചു. കാന്തല്ലൂരിലെ ഗൃഹനാഥപുരത്ത് എത്തിയപ്പോൾ കത്രിക പരമു പറഞ്ഞു, ജീപ്പ് ഒന്ന് നിർത്തിക്കുക കണ്ടെയ്നറെ. എന്തിനാ ചോദിക്കുന്നതോടൊപ്പം കണ്ടെയ്നർ സാബു ജീപ്പ് നിർത്തി. കത്രിക പരമു പുറത്തേക്കിറങ്ങി. നിങ്ങളൊന്ന് ചുറ്റി അടിച്ചേച്ചു വാ, അപ്പോഴേക്ക് ഞാനും എവിടെ ഉണ്ടാവും. പറഞ്ഞിട്ട് പരമു മുന്നോട്ട് നടക്കാനാഞ്ഞു. ഒന്ന് നിന്നേടാ, സാബു പറഞ്ഞു. പരമു നിന്നു. നിന്റെ പോക്ക് എവിടേക്കാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യത്തിനാ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, അത് മറക്കണ്ട. ഓ കോപ്പ്, ഈ മുതുപാതിരാത്രിക്ക് അവളെ അവനെ ഇനി എവിടെ പോയി തിരയാനാ? അവളിപ്പോ സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിക്കാണും. ചിലപ്പം അവൻ അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാകും. എടാ, എന്നാലും ഒരെന്നാലുമില്ല. ഞാൻ ഇവിടെ ഇറങ്ങിയ കാര്യം നമ്മൾ 5 ആള് മാത്രമേ അറിയാവൂ. ലെനിൻ മുതലാളി ഇടയ്ക്ക് വിളിച്ചാ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ കത്രിക പരമു മുന്നോട്ട് നടന്നു. സാബു ജീപ്പ് മുന്നോട്ടെടുത്തു. അതിനിടയിൽ വിളിച്ചു പറഞ്ഞു, കൃത്യം 2 മണിക്കൂറാകുമ്പോ ഞാനിങ്ങെത്തും. കുടിച്ചു ബോധമില്ലാതെ അവിടെ കിടന്നേക്കരുത്. ഓ. മൊബൈലിന്റെ വെളിച്ചം മിന്നിച്ച് പരമു ഇടവഴിയെ കയറിപ്പോയി. വഴിക്ക് ഇരുവശത്തും പയർത്തോട്ടങ്ങളാണ്. ഇടയ്ക്കിടെ ചൗക്കമരങ്ങൾ മാനത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു. കുന്നിന്റെ മധ്യഭാഗത്തായി 4-5 വീടുകളുണ്ടായിരുന്നു. വീടുകൾ തമ്മിൽ നല്ല അകലം. കത്രിക പരമു 2ാമത്തെ വീടിന്റെ മുറ്റത്തെത്തി. കൊച്ചു വരാന്തയും 2 മുറികളുമുള്ള വീട്. വരാന്തയുടെ പകുതി ഭാഗത്തോളം പടർന്നു പൂത്തു നിൽക്കുന്ന ബോഗൻവില്ല. വരാന്തയിലേക്ക് കയറി പരമു വാതിലിൽ തട്ടി. ആരാ? അകത്തു നിന്നും ചോദ്യം കേട്ടു. ഞാനാട മുരുക, പരമു. ഓ. വാതിൽ തുറക്കപ്പെട്ടു. ഒപ്പം അകത്തൊരു മണ്ണെണ്ണ വിളക്ക് തെളിഞ്ഞു. തറയിൽ പായ വിരിച്ചു കിടന്നിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് ലുങ്കി അഴിച്ചെടുത്തു. അപ്പോൾ ഇളം കറുപ്പുള്ള അവളുടെ കാലുകളുടെ ഒരു ഭാഗം പരമു കണ്ടു. ലുങ്കിയുടെ നീണ്ട മടിക്കുത്തുയർത്തി അവൾ ബ്ലൗസിന്റെ മധ്യഭാഗത്തേക്ക് കുത്തിവെച്ചു. മുരുകനെ തീർത്തും അവഗണിച്ച് പരമു അകത്തു കയറി. അതിനിടെ കാക്കി നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പിടി ചുരുണ്ട നോട്ടുകൾ വാരി മുരുകന്റെ കൈവെള്ളയിലേക്ക് വച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാ ഞാനൊന്ന് കറങ്ങിയേച്ച് വരാ അണ്ണ. ആ. തല ചൊറിഞ്ഞുകൊണ്ട് മുരുകൻ ഇറങ്ങിപ്പോയി. ചന്തമുള്ള ഒരു ഇളം കറുപ്പുകാരിയാണ് രാക്കമ്മ. 35 വയസ്സുണ്ടാവും. വിടർന്ന മിഴികളാൽ പരമുവിനെ കടാക്ഷിച്ച് അവൾ തിരക്കി. അണ്ണൻ ഇതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നു? എങ്ങും കിടന്നില്ല, അതല്ലേടി ഇങ്ങോട്ട് വന്നത്. പരമു ചിരിച്ചു. അവളും.
പിള്ളേരൊന്നും ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേടി രാക്കമ്മേ? പോവാണ്ണ, ചുമ്മാ കളിയാക്കാതെ. അവൾ ചിണുങ്ങി. എടി, ശൃംഗരിക്കാൻ നേരമില്ല. ആ കണ്ടെയ്നർ ദേഷ്യപ്പെട്ടു പോയിരിക്കുക. അവൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് റോഡിലെത്തണം. പരമു ധൃതി കൂട്ടി. ഒപ്പം ഇരിപ്പില്ലേ? എടുത്തോണ്ട് വാ. മറ്റൊരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട് രാക്കമ്മ അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അവളുടെ പിൻചലനം പരമുവിന്റെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാക്കമ്മ ഒരു കുപ്പി മാറ്റുചാരവും 2 ഗ്ലാസുകളും മൊന്തയിൽ വെള്ളവും കൊണ്ടുവന്ന് വച്ചു. പരമു കുപ്പിയെടുത്തു. വാഴയിൽ തിരികെ കയറ്റിയ അടപ്പ് കടിച്ചൂരിയിട്ട് 2 ഗ്ലാസുകളിലേക്ക് പകർന്നു. തൊട്ടുകൂട്ടാൻ കൊണ്ടുവാടി. അവൾ വീണ്ടും അകത്തേക്ക് മറിഞ്ഞു. തിരികെ വന്നപ്പോൾ ഒരു പ്ലേറ്റിൽ 4-5 കഷ്ണം ഇറച്ചി. ഇത് എന്തിറച്ചിയാടി? പുറത്തേക്കൊന്ന് നോക്കിയിട്ട് രാക്കമ്മ ശബ്ദം താഴ്ത്തി. മുരുകണ്ണൻ ഒരു മയിലിനെ എറിഞ്ഞു പിടിച്ചതാ. അത് ശരി, അകത്തു പോകുന്നതൊക്കെയാ ഇപ്പോഴും അവന്റെ കയ്യിലിരിപ്പ് അല്ലേ? രാക്കമ്മ പരിഭവം നടിച്ചു. ഓ, ഈ പറയുന്ന ആള് പിന്നെ മറ്റേതാണ്ടാ ചെയ്യുന്നതെന്ന് തോന്നുമല്ലോ. പരമു ഒരു ഗ്ലാസ് എടുത്ത് അവൾക്ക് നീട്ടി. രണ്ടാമത്തേത് അയാളും എടുത്തു. മടി കൂടാതെ രാക്കമ്മ അത് വാങ്ങി. ഒറ്റ വലിക്ക് രണ്ടുപേരും ഗ്ലാസ് കാലിയാക്കി. പരമു ഒരു കഷ്ണം മയിലിറച്ചി എടുത്ത് വായിലിട്ട് രുചിച്ചു നോക്കി. ഉള്ളത് പറയാമല്ലോ രാക്കമ്മേ, നിന്നെ പോലെ തന്നെ രുചികരമാ നീ ഉണ്ടാക്കുന്ന ചാരായത്തിനും ഇറച്ചിക്കും. ആ പ്രശംസ രാക്കമ്മയ്ക്ക് ഇഷ്ടമായി. മണ്ണെണ്ണ വിളക്കുകളിലെ വെളിച്ചം അവളുടെ കണ്ണുകളിൽ നിന്ന് തള്ളി. ഒന്നുകൂടി ഒഴിക്കട്ടെടി? അയ്യോ വേണ്ട. എങ്കിൽ പിന്നെ ഗ്ലാസ് വേണ്ടല്ലോ. പരമു കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. മീനിന്റെ തൊണ്ട അനങ്ങുന്നത് പോലെ പരമുവിന്റെ കഴുത്ത് അനങ്ങുന്നതും അവിടെ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നതും രാക്കമ്മ നോക്കിയിരുന്നു. കുപ്പി മുഴുവൻ കാലിയാക്കിയിട്ട് അയാൾ മയിലിറച്ചി വീണ്ടും കഴിച്ചു. ഒരെണ്ണം എടുത്ത് അവളുടെ വായിലേക്കും വച്ചു കൊടുത്തിട്ട് വില്ലുകൾ ഒന്ന് നക്കി. ഇനി നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. അയ്യടാ, ആദ്യം കൈ കഴിയാട്ടെ. നീങ്ങിയിരിക്കുന്നതിൽ അവൾ പറഞ്ഞു. ഓ, നിന്റെ ഒരു കാര്യം. രാക്കമ്മ വെള്ളം കൊണ്ടുവച്ച മൊന്തയിലേക്ക് കൈയിട്ട് പരമു കൈ കഴുകി. പിന്നെ അവളുടെ ലുങ്കിയിൽ തുടച്ചു. തുടർന്ന് ഇടം കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഒരു സിനിമ പറയുന്നത് പോലെ ഒടുക്കത്തെ ഗ്ലാമർ ആണല്ലോടി നിനക്ക്. അയാൾ അവളുടെ മുഖം പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. രാക്കമ്മ ഒന്ന് ചിണുങ്ങി. അല്ലട പരമുവേ, നീ ഇവിടെ ഉമ്മ വെച്ച് കളിക്കാൻ വന്നതാണോ? പൊടുന്നനെ വാതിൽക്കിൽ നിന്നൊരു ചോദ്യം. പരമു കിടുങ്ങി തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി. അവിടെ ചില നിഴലുകൾ പിടച്ചു. രാക്കമ്മ വേഗം അയാളുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പോൾ വാതിൽ നിറഞ്ഞ് ഒരു മനുഷ്യൻ വന്നു. അവറാച്ചൻ. അയാളെ കണ്ട് പരമു വിളറിപ്പോയി. മണിക്കൂറുകൾക്ക് മുമ്പ് താൻ മുടി മുറിച്ചെറിഞ്ഞ ഗ്രേസിയുടെ ഭർത്താവ്. അയാളുടെ പിന്നാലെ തമിഴന്മാരും ഞൊടിയിടയിൽ അകത്തെത്തി. അല്ലട പരമു, എവിടെ ചെന്നാലും നിനക്ക് തിന്നാനേ നേരമുള്ളോ? നിന്റെ വയറ്റിലെന്താ കൊക്കപ്പുഴുണ്ടോ? അവറാച്ചൻ പല്ലിറുമി. പരമു കുതിച്ചെഴുന്നേറ്റു. പോക്കറ്റിൽ നിന്ന് കത്രിയെടുക്കാനായി ലുങ്കി ഉയർത്തിയതേയുള്ളൂ. അതിനു മുമ്പ് അയാൾ തമിഴന്മാരുടെ കൈകളിലായി. അവർ അയാളുടെ കൈകൾ പിന്നോട്ട് തിരിച്ച് കയർ കൊണ്ട് കെട്ടി. ആ ക്ഷണത്തിലായിരുന്നു അവറാച്ചൻ കൈ ചുരുട്ടിയുള്ള ഇടി. ചോരയ്ക്കൊപ്പം പരമുവിന്റെ 2 പല്ലുകൾ കൂടി അടർന്നു വീണു. കീഴ്ച്ചുണ്ട് പഴുത്ത തക്കാളി പോലെ പിളർന്ന് ചോരയിട്ടു. മുരുകണ്ണ! നിലവിളിക്കാനായി രാക്കമ്മ വായ് പിളർന്നതാണ്. പക്ഷേ ഒരു കുതിപ്പിൽ അവറാച്ചൻ അവളുടെ മുന്നിലെത്തി. നീ നാവ് അനക്കിയ ഇവനെ കൊന്ന് ഞങ്ങൾ ഉത്തരത്തിൽ കെട്ടിത്തൂക്കും. പിന്നെ നീയും മുരുകനും ജയിലിലാകും. അത് വേണോടി? രാക്കമ്മയുടെ തുറന്ന വായ് അങ്ങനെ തന്നെയിരുന്നു. വേണ്ടെന്ന് അവൾ തലയാട്ടുകയും ചെയ്തു. അവന്റെ കാല് കൂട്ടിക്കെട്ടിയിട്ട് പൊയ്ക്കോ. അവറാച്ചൻ തമിഴന്മാർക്ക് നിർദ്ദേശം നൽകി. അതിനു മുമ്പേ അവർ പരമുവിന്റെ വായിൽ അവന്റെ തന്നെ ലുങ്കി വലിച്ചു കീറി കുത്തിത്തിരികിയിരുന്നു. കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ അയാളെ ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ടു പോകുന്നത് പോലെ തമിഴന്മാർ തോളിലേറ്റി നടന്നു. ഒരു നിമിഷം കൂടി അവിടെ നിന്ന് അവറാച്ചൻ രാക്കമ്മയെ തറച്ചു നോക്കി. അവളുടെ തല കുനിഞ്ഞു. പരമു ഇവിടെ വന്നിട്ടില്ല, നിനക്ക് മനസ്സിലായല്ലോ? ആയി. മിടുക്കി. അവറാച്ചനും പുറത്തേക്ക് പോയി. രാക്കമ്മയ്ക്ക് ശ്വാസം നേരെ വീണത് അപ്പോൾ മാത്രമാണ്. രാത്രി 1:30. കാന്തല്ലൂർ തലച്ചോർ കടവ്. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടിമാറ്റിയ കുന്നിൽ ഇരുത്തിരിക്കുകയാണ് കത്രിക പരമുവിനെ. ചുറ്റും യമകിങ്കരമാല പോലെ തടിയൻ തമിഴന്മാർ. പരമുവിന് വല്ലാത്ത പേടി തോന്നി. പരമുവിന്റെ മുന്നിൽ അവറാച്ചൻ കുന്തിച്ചിരുന്നു. പിന്നെ അവന്റെ താടി പിടിച്ച് മെല്ലെ മേലേക്കുയർത്തി. പരമു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ കാണും. അതുകൊണ്ട് ഞാൻ നിന്റെ അണ്ണാക്കിലെ തുണിയെടുത്ത് കളയാൻ പോവുകയാ കേട്ടോ. പരമു തലയാട്ടി.
അതല്ലാതെ നിന്റെ നാവിൽ നിന്ന് മറ്റെന്തെങ്കിലും പുറത്തു വന്നാൽ പന്ന പരമുവേ, നീ പിന്നെ ശവമാണ് കേട്ടോ. നിന്റെ നിലവിളിയോ മറ്റോ കേട്ട് ആരെങ്കിലും ഓടി വരാൻ ഇടയായാലും ഉടലും തലയും വേർപെട്ട നിന്റെ വൃത്തികെട്ട രൂപമേ അവര് കാണും. പറഞ്ഞിട്ട് അവറാച്ചൻ അയാളുടെ വായിലെ തുണി വലിച്ചു മാറ്റി. അവറാച്ചായ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണം. ആ നിമിഷം പരമു യാചിച്ചു. നിന്നോട് മിണ്ടാൻ ഞാൻ പറഞ്ഞോടാ? ഇല്ല. പിന്നെന്തിനാ മിണ്ടിയത്? അത് ഞാൻ അയാൾ വിക്കി. മതി, ചോദ്യത്തിന് മാത്രം ഉത്തരം. അവറാച്ചൻ കൈ ഉയർത്തി. മനസ്സിലായോടാ? ആയി. നേർത്ത മഞ്ഞിനിടയിലൂടെ നിലാവിന്റെ ഒരു കീറ് മാനത്ത് തെളിഞ്ഞു. ഞാനോ എന്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അവറാച്ചൻ ഒന്ന് ഇളകിയിരുന്നു. ഇല്ല. പിന്നെ എന്തിനാടാ നീ എന്റെ വീട്ടിൽ വന്ന് പൂക്കൃത്തരം കാണിച്ചത്? പരമുവിന് ഉത്തരം മുട്ടി. അതുപോട്ടെ, തലമുടിയൊക്കെ മുറിച്ച് സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് ശരിയാണോടാ? അല്ല. നിനക്ക് ഉറപ്പാണല്ലോ? ആണ്. എന്നിട്ടാണോടാ നീ അങ്ങനെ ചെയ്തത്? ചോദിച്ചതും അവറാച്ചൻ പുറം കൈ വീശി ഒറ്റയടി. അമർത്തിയ ഒരു തേങ്ങലോടെ പരമു ഒരു വശത്തേക്ക് മറിഞ്ഞു. തമിഴന്മാർ അയാളെ പിടിച്ച് വീണ്ടും നേരെയിരുത്തി. സ്ത്രീ അമ്മയാണ്, ദേവിയാണ് എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ പരമുവേ? ഉണ്ട്. നിന്റെ അമ്മയും ഒരു സ്ത്രീ അല്ലായിരുന്നോടാ? അതെ. നിന്റെ അമ്മയുടെ മുടി നീ എങ്ങനെ മുറിച്ചിട്ടുണ്ടോടാ? പരമുവിന് മൗനം. എടാ, നിന്നോടാ ചോദിച്ചത്. ഉണ്ട്. ആ മറുപടി കേട്ട സകലരും കിടുങ്ങിപ്പോയി. അപ്പോ നീ അവിടുന്ന് തുടങ്ങിയ കലാപരിപാടിയായത് അല്ലേ? അവറാച്ചനും പെരുത്തു കയറി. അപ്പോഴും പരമുവിന് മൗനം. അവറാച്ചൻ തമിഴന്മാർക്ക് നിർദ്ദേശം നൽകി. ഇവന്റെ വായിൽ തുണി തിരുക. പരമു കുതറി നോക്കി. രക്ഷയില്ലായിരുന്നു. ഇനി ഇവന്റെ പോക്കറ്റിൽ നിന്ന് ആ കത്രിക ഇങ്ങെടുക്ക്. അവർ അതുമെടുത്ത് അവറാച്ചന്റെ കയ്യിൽ വച്ചു കൊടുത്തു. കെട്ടഴിച്ച് ഇവന്റെ വലതു കൈ ഇങ്ങ് തന്നേ. തമിഴന്മാർ അതും ചെയ്തു. അവറാച്ചൻ പരമുവിന്റെ കൈപ്പത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കത്രികത്തുമ്പ് തള്ളവിരലിലും ചൂണ്ടുവിരലിലും ഒന്ന് മുട്ടിച്ചു. ഈ 2 വിരലുകളല്ലേ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇനി നിനക്കിത് വേണ്ട. ഈ രാജ്യത്തെ പാവ സ്ത്രീകൾക്ക് വേണ്ടി ഞാനിത് ചെയ്യാൻ പോകുന്നു. അയാൾ പരമുവിന്റെ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് കത്രികയുടെ മധ്യത്തിലാക്കി. പരമു പൂക്കുല പോലെ വിറച്ചു. കൈ പിൻവലിക്കാൻ അവൻ വീണ്ടും ഒന്ന് കുതറി നോക്കി. കഴിഞ്ഞില്ല. അവറാച്ചൻ കത്രിക ഒറ്റ അമർത്ത്. പരമുവിന്റെ വിലാപം മൂക്കിലൂടെ ഒരു ചീറ്റലായി പുറത്തു വന്നു. അറ്റുപോയ അയാളുടെ 2 വിരലുകളും കരിയിലകൾക്കു മീതെ കിടന്ന് തുള്ളിപ്പിടഞ്ഞു. പൈപ്പ് മുറിഞ്ഞതുപോലെ ചോര ചീറ്റിത്തെറിച്ചു. ഇടതുകൈ വലതു കൈപ്പത്തിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പരമു തറയിൽ കിടന്ന് പിടഞ്ഞു. ചോരത്തുള്ളികൾ ചുറ്റും തെറിച്ചുകൊണ്ടിരുന്നു. സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വല്ലാത്തൊരു ശബ്ദം മൂക്കിലൂടെ വന്നുകൊണ്ടിരുന്നു. അറ്റുവീണ വിരലുകളുടെ ചലനം നിലച്ചു കഴിഞ്ഞു. അവറാച്ചൻ ചോര പുരണ്ട കത്രിക അയാളുടെ അരികിലേക്കിട്ട് ക്രൂരമായി ചിരിച്ചു. വിരൽ പോയതുകൊണ്ടൊന്നും നിന്റെ കലിയടങ്ങില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നമ്മൾ തമ്മിൽ ഒരു മുഖാമുഖം ഉണ്ടായാൽ അറ്റു വീഴുന്നത് നിന്റെ ശിരസായിരിക്കും, മറക്കണ്ട. പറഞ്ഞിട്ട് അവറാച്ചൻ വെട്ടിത്തിരിഞ്ഞു. വരി. തമിഴരെ കൈവീശി വിളിച്ചിട്ട് അയാൾ മുമ്പേ നടന്നു. ആ സംഘം കുന്നിറങ്ങി തുടങ്ങുമ്പോൾ ഒരു കാറ്റ് വീശി. അതിന് പച്ച ചോരയുടെ ഗന്ധമായിരുന്നു. ചോര തീർത്ത വലയത്തിനുള്ളിൽ കത്രിക പരമു അപ്പോഴും വെട്ടിപ്പൊളയുകയായിരുന്നു. സമയം 2 മണി. കൊക്കയിലേക്ക് ഒരു നദി പോലെ മഞ്ഞ് ഒഴുകിയിറങ്ങുന്നു. അസ്ഥി തുളഞ്ഞു കയറുന്ന തണുപ്പ്. ഒരില പോലും അനങ്ങുന്നില്ല. മൂന്നാർ ഭാഗത്തു നിന്ന് വന്ന ഒരു പോലീസ് ജീപ്പും അടിമാലി ഭാഗത്തു നിന്ന് വന്ന ഒരു ബൊലേറോയും അവിടെ എത്തിയത് ഏതാണ്ട് ഒരേ സമയത്താണ്. ഇരു വാഹനങ്ങളും കൊക്കയ്ക്ക് എതിർവശത്തെ പാറക്കെട്ടുകളോട് ചേർന്ന് മുഖാമുഖം നിന്നു. കണ്ണുകൾ അടയുന്നതുപോലെ അവയുടെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. പോലീസ് ജീപ്പിൽ നിന്നും ഡിവൈഎസ്പി രാജൻ പണിക്കറും 2 പോലീസുകാരും മങ്ങിയ നാട്ടുവെളിച്ചത്തിലേക്ക് ഇറങ്ങി. ബൊലോറയിൽ നിന്ന് അടിമാലിയിലെ കൊട്ടേഷൻ ഗ്രൂപ്പും. പോലീസ് ജീപ്പിനരികിൽ വെച്ച് ഇരു കൂട്ടരും അല്പനേരം സ്വരം താഴ്ത്തി സംസാരിച്ചു. പണിക്കർ പറഞ്ഞു, പോലീസ് നായേക്കാൾ ഘ്രാണശക്തിയുള്ളവനാ ആ കഴിവേറി മോൻ സി ആന്റണി. അതുകൊണ്ട് എത്രയും വേഗം കാര്യം സാധിച്ചു മടങ്ങണം. പ്രഭാകരന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ അവൻ എന്നെ സംശയമുള്ളതാ. കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ നേതാവെന്ന് തോന്നിക്കുന്ന മനുഷ്യൻ കൈകളൊന്ന് വീശിക്കുടഞ്ഞു. പിന്നെ ശബ്ദമില്ലാതെ ചിരിച്ചു. ചത്തവന്റെ ജാതകം വായിച്ചുകൊണ്ട് ആന്റണി അങ്ങ് വരട്ടെ സാറേ. പ്രഭാകരന്റെ തൊട്ടരികിൽ തന്നെ ഒരു കുഴിയെടുത്ത് അവനെയും ഞങ്ങളങ്ങ് വെട്ടി മൂടും. എന്നിട്ടേ ഈ അടിവാരത്ത് നിന്ന് പോകൂ. രാജൻ പണിക്കർ അമർത്തിയൊന്ന് മൂളി. എങ്കിൽ പോകാം.
രാജൻ പണിക്കർ മുന്നോട്ട് നടന്നു. ടോർച്ച് മിന്നിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ഒപ്പം ചെന്നു. ഗുണ്ടാസംഘം ഞൊടിയിടയിൽ ബൊലേറോയിൽ നിന്ന് പണിയായുധങ്ങൾ എടുത്തു. എന്നിട്ട് പണിക്കരുടെ പിന്നാലെ നീങ്ങി. താഴേക്കുള്ള യാത്ര ആയാസകരമായിരിക്കുന്നു. കുറ്റിക്കാടുകളെ വകഞ്ഞു മാറ്റി പാറകളിൽ നിന്നും പാറകളിലേക്ക് ഊർന്നിറങ്ങി 100 മീറ്ററോളം താഴെ എത്തുമ്പോൾ അവർ വിയർപ്പിൽ കുളിച്ചിരുന്നു. കൈകളും കഴുത്തുമൊക്കെ മുള്ളുകൾ കൊണ്ട് ഉരഞ്ഞു കീറി. രാജൻ പണിക്കർ കീശയിൽ നിന്നും കർച്ചീഫ് എടുത്ത് മുഖവും കഴുത്തും തുടച്ചു. അസഹ്യമായ ഒരു ദുർഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കർച്ചീഫ് കൊണ്ട് മൂക്കിൽ അമർത്തി പിടിച്ചാണ് വീണ്ടും പണിക്കർ താഴേക്കിറങ്ങിയത്. അവിടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ ആ കാഴ്ച കണ്ടു. ഓ! രാജൻ പണിക്കർ മുഖം വെട്ടിച്ചു. പാറയുടെ വിള്ളലിൽ മാംസം അഴുകിയേറുന്ന അസ്ഥികൾ പുറത്തു കാണുന്ന ശവശരീരം. കോൺസ്റ്റബിൾ പ്രഭാകരൻ. വേഗം വേഗം! രാജൻ പണിക്കർ ധൃതി കൂട്ടി. ഗുണ്ടാ സംഘത്തിലുള്ള ഓരോരുത്തരും പൊടുന്നനെ പോക്കറ്റിൽ നിന്ന് ഓരോ പൈന്റ് മദ്യമെടുത്തു. താറാവിന്റെ കഴുത്തു പിരിക്കുന്നത് പോലെ കുപ്പിയുടെ അടപ്പ് തുറന്ന് അവർ മദ്യം വായിലേക്ക് കമഴ്ത്തി, വെള്ളം പോലും ചേർക്കാതെ. പകുതിയോളം മദ്യം അകത്താക്കിയിട്ട് ഗുണ്ടാ നേതാവ് ഒരു പച്ചില പറിച്ച് വായിലേക്കിട്ടു. അത് ചവച്ചുകൊണ്ട് അയാൾ പണിക്കാർക്കു നേരെ തിരിഞ്ഞു. സാറിന് വേണോ? വേണ്ട. ശവത്തിന്റെ ഗന്ധവും രൂപവും ഓർത്തപ്പോൾ പണിക്കർക്ക് ഓക്കാനം വന്നു. ഗുണ്ടകൾ മദ്യം മുഴുവൻ അകത്താക്കിയിട്ട് കുപ്പികൾ വലിച്ചെറിഞ്ഞു. പാറകളിൽ ചെന്നിടിച്ച് അവ ചിതറി വീണു. രണ്ടുപേർ പിക്കാസും തൂമ്പയും കൊണ്ട് മണ്ണുള്ള ഭാഗത്ത് കുഴിയെടുക്കാൻ തുടങ്ങി. രാജമണിക്കർ പാറയിൽ ചാരിയിരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. പുകയ്ക്കൊപ്പം ശവത്തിന്റെ ദുർഗന്ധം കൂടി അകത്തേക്ക് വരുന്നത് പോലെ തോന്നിയപ്പോൾ അയാൾ അത് തുപ്പിക്കളഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ കുഴിയെടുപ്പ് പൂർത്തിയായി. അവർ ശവം അതിലേക്ക് നീക്കാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത നിമിഷം സൂര്യൻ ഉദിച്ചതുപോലെ അവരുടെ തലയ്ക്ക് മീതെ ഒരു കട്ടിപ്രകാശം. സർവരും വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് നോക്കി. 50 അടിയോളം മുകളിലായ ഒരു സ്പോട്ട്ലൈറ്റ്. ഏത് നായിന്റെ മോനാടാ അത്? ഗുണ്ടാ നേതാവ് അലറി. ഒപ്പം തന്നെ അനുചരന്മാർക്ക് നിർദ്ദേശവും നൽകി. പിടിക്കാനെ! വെളിച്ചത്തിന് പിന്നിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ലെങ്കിലും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അവർ കുരങ്ങന്മാരെ പോലെ പാറകളിലേക്ക് ചാടി മേലേക്ക് കുതിച്ചു. ഞൊടിയിടയിൽ മുകളിൽ നിന്ന് ഒരു കല്ല് ഉരുണ്ടു വന്നു. മുമ്പിൽ കയറിയവൻ ഒരലർച്ചയോടെ കുറ്റിക്കാടുകളിൽ തട്ടി രാജൻ പണിക്കരുടെ മുമ്പിൽ വന്നു വീണു. പണിക്കർ അപകടം മണത്തു. ഞൊടിയിടയിൽ അയാൾ റിവോൾവർ വലിച്ചെടുത്ത് മുകളിലേക്ക് നോക്കി അലറി. ഏത് കഴിവേറി മോനായാലും അനങ്ങിപ്പോകരുത്, ചുട്ടുകളയും ഞാൻ! അതിനു മറുപടിയായി മുകളിൽ നിന്നും തുരുതുരെ കല്ലുകൾ പാഞ്ഞു വന്നു. വല്ലാത്തൊരു വിലാപത്തോടെ 2 ഗുണ്ടകൾ കൂടി നിലം പൊത്തി. ഒപ്പം മുകളിലെ ലൈറ്റ് അണഞ്ഞു. അവരുടെ കണ്ണുകളിൽ ഇരുൾ പുളഞ്ഞിറങ്ങി. റിവോൾവർ മുകളിലേക്ക് തിരിച്ച് പണിക്കർ 4-5 തവണ നിറയൊഴിച്ചു. അവിടെ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. സാറേ, ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാ! ഗുണ്ടാ നേതാവ് പണിക്കരുടെ കാതിൽ മന്ത്രിച്ചു. അവർ നമ്മുടെ പടമെടുത്തെന്നാ തോന്നുന്നത്. മടങ്ങിപ്പോവുക മാത്രമേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ അവർക്ക്. വല്ല വിധേനയും തപ്പിത്തടഞ്ഞ് റോഡിലെത്തുമ്പോൾ സമയം 4 മണി. പണിക്കർ റോഡിൽ നിന്ന് ചുറ്റും നോക്കി. ആരുമില്ല. എന്നാലും ആരായിരിക്കും അത്? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. അതിനു മറുപടിയായി എതിർവശത്തെ കുന്നിൽ 2 തീപ്പൊട്ടുകൾ തെളിഞ്ഞു. ക്രമേണ അത് വലുതായി. 2 ചെറുപന്തങ്ങൾ. ചാട്ടുളിയുടെ വേഗത്തിൽ അവ പാഞ്ഞു വന്നു. അടുത്ത നിമിഷം ഒരാളിക്കത്തൽ. 2 വാഹനങ്ങളിലും ഒരുപോലെ തീപിടിച്ചു. ചൂട്ടുപോലെ അവ കത്തിയെരിഞ്ഞു. ഗുണ്ടകളും പോലീസുകാരും ഓടിമാറി. വാഹനങ്ങളിൽ പെട്രോൾ തണിച്ചിരുന്നെന്ന് പണിക്കർക്ക് ബോധ്യമായി. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. വാഹനങ്ങളിലെത്തി അയാളുടെ കണ്ണുകളിലും നിന്ന് കത്തി. തണുപ്പിൽ മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു ദുർഗ. കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഒരു ചലച്ചിത്രത്തിൽ എന്ന വണ്ണം അവളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ലെനിന്റെയും മറ്റും കസ്റ്റഡിയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പാഞ്ഞു പോകുന്ന CI ആന്റണി. കാലുകൾ കുഴഞ്ഞപ്പോൾ തന്നെ തോളിലേറ്റി വാഹനത്തിലെത്തിച്ച ആന്റണി സർ. ഇവിടെ എത്തിക്കഴിഞ്ഞ് തന്നെ സൂക്ഷ്മതയോടെ പരിചരിച്ച ആൾ. താൻ ശക്തനായ ഒരുവന്റെ സംരക്ഷണത്തിനാണെന്ന് ദുർഗയ്ക്ക് തോന്നി. അതവൾക്ക് കൂടുതൽ ധൈര്യം നൽകി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. കിടന്നുകൊണ്ട് തന്നെ അവൾ തലതിരിച്ചു നോക്കി. ആന്റണി തിടുക്കത്തിൽ അകത്തേക്ക് കടന്ന് വാതിൽ ചാരുന്നു. അവൾ എഴുന്നേറ്റിരുന്നു. ആന്റണി വിയർപ്പിൽ കുളിച്ചിരുന്നു. എന്താ, ഉറങ്ങിയില്ലേ? നേർത്ത പുഞ്ചിരിയോടെ അയാൾ തിരക്കി. ഉറങ്ങിയെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. പകരം ചിരിക്കുക മാത്രം ചെയ്തു. ആന്റണി മേശപ്പുറത്തിരുന്ന കൂജിയെടുത്ത് വെള്ളം വായിലേക്ക് കമഴ്ത്തി. കുറെ വെള്ളം അയാളുടെ ശരീരത്തിലേക്കും വീണു. നിനക്ക് കാപ്പി വേണോ?
അയാൾ തിരക്കി. വേണ്ട, അവൾ പറഞ്ഞു. എങ്കിൽ ഗുഡ് നൈറ്റ്. റാന്തലിന്റെ തിരി താഴ്ത്തിയിട്ട് ആന്റണി അപ്പുറത്തേക്ക് പോയി. ശാന്ത ഹോസ്പിറ്റൽ. രാവിലെ 6 മണി. ഇരച്ചു വന്ന ഒരു ക്വാളേസ് മുറ്റത്തെ മണലിൽ ഇരമ്പലോടെ നിന്നു. നാബി മജീദ് ആദ്യം അതിൽ നിന്ന് ഇറങ്ങി. ബോണറ്റിനെ ഒന്ന് വലം വെച്ച് അവൻ ഇടതുഭാഗത്തെ ഡോർ തുറന്നു. ആയാസത്തോടെ ശിവജി തറയിലേക്ക് കാൽകുത്തി. പിന്നിൽ നിന്ന് തമ്പിയും സനേഷും മറ്റും ഇറങ്ങി. ഹോസ്പിറ്റലിന്റെ ചില്ലുവാതിൽ തള്ളി തുറന്ന് അവർ റിസപ്ഷൻ കൗണ്ടറിന് മുമ്പിലെത്തി. ഏതു റൂമിലാ മീനാക്ഷിയമ്മ കിടക്കുന്നത്? ശിവജിയുടെ ശബ്ദമുയർന്നു. മേശയിലേക്ക് തല ചായ്ച്ച് കിടന്നുറങ്ങിയായിരുന്ന യുവാവ് ഞെട്ടി ഉണർന്ന് അവരെ പകച്ചു നോക്കി. നബി മജീദ് കൈനീട്ടി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മേശപ്പുറത്തുകൂടി ഇപ്പുറത്തേക്ക് വലിച്ചിട്ടു. ചോദിച്ചത് കേട്ടില്ലടാ, നിന്റെ അണ്ണാക്കിൽ പഴമാണോ? യുവാവ് ഭയന്നുപോയി. എന്താ എന്താ? എടാ, മീനാക്ഷി അമ്മ കിടക്കുന്നത് ഏത് റൂമിലാണെന്ന് ശിവജി ചോദ്യം ആവർത്തിച്ചു. ഫസ്റ്റ് ഫ്ലോർ, റൂം നമ്പർ 313. വിറയിൽ കാരണം അയാളുടെ പല്ലുകൾ കൂട്ടിയിടിച്ചു. കാലുകൾ വയ്യെങ്കിലും ശിവജി സ്റ്റെയർകേസിന് നേരെ കുതിച്ചു. പിന്നാലെ മറ്റുള്ളവരും. ആ നിമിഷം റിസപ്ഷനിസ്റ്റ് തിടുക്കത്തിൽ ആർക്കോ ഫോൺ ചെയ്തു. ശിവജി 313 നമ്പർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവിടെ കിടക്കയിൽ മീനാക്ഷിയമ്മ. അവർക്കരികിലുണ്ടായിരുന്ന പളനിച്ചാമിയും കാന്തിയും മുത്തുവും ആനന്ദരാജും ഒക്കെ പെട്ടെന്ന് എഴുന്നേറ്റു. ആ, ശിവജി വന്നല്ലോ, പളനിച്ചാമി പറഞ്ഞു. ശിവജി ആരെയും ശ്രദ്ധിച്ചില്ല. അമ്മയിലായിരുന്നു അവന്റെ കണ്ണുകൾ. കണ്ണടച്ച് ഗാഠനിദ്രയിൽ എന്നോണം കിടക്കുകയായിരുന്നു മീനാക്ഷിയമ്മ. ചോര ഉൾവലിഞ്ഞതുപോലെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. ബോഡിൽ നിന്നും രക്തം തുള്ളി തുള്ളികളായി ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അമ്മയുടെ വയറിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ബാൻഡേജിൽ അവന്റെ കണ്ണുകൾ തറഞ്ഞു. പളനിച്ചാമി, ആരാണിത് ചെയ്തത്? ശിവജി കടിച്ചമർത്തിയ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി. ആരാണെങ്കിലും കൊല്ലും, കൊല്ലും ഞാൻ അവനെ. ആരാണെന്ന് അറിയില്ല ശിവജി അണ്ണ, പളനിച്ചാമി കാര്യം ചുരുക്കി പറഞ്ഞു. ശിവജിയുടെ കണ്ണുകൾ ചുവന്നു. എങ്കിലും അവിടെ 2 നേർത്തുള്ളികൾ നിന്ന് തിളങ്ങി. അവൻ ബെഡിൽ അമ്മയുടെ അരികിലിരുന്നു. മെല്ലെ ആ കവളിൽ തലോടി. അപ്പോൾ മീനാക്ഷിയമ്മയുടെ ഉടൽ ഒന്ന് വിറച്ചു. അമ്മേ, അമ്മേ, താടിയിൽ മൃദുവായി തട്ടിക്കൊണ്ട് അവൻ വിളിച്ചു. മയക്കത്തിനിടയിലും അവൻ ഒന്ന് മൂടി. ഞാനമ്മേ, ശിവജി, അമ്മയൊന്ന് കണ്ണു തുറക്ക്. മീനാക്ഷിയമ്മയുടെ മുഖത്ത് ഒരു വെളിച്ചം മിന്നി. അവന്റെ വിളിക്ക് കാതോർത്ത് കിടന്നതുപോലെ. മെല്ലെ അവർ കണ്ണു തുറന്നു. ആദ്യം കാണുന്നത് പോലെ മകന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിറയാർന്ന കൈ ഉയർത്തി അവന്റെ കയ്യിൽ പിടിച്ചു. മോനെ. ഗദ്ഗതം കാരണം വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി. ദുർഗ എന്തിയ മോനെ? അവളെ രക്ഷിക്കണം. അവൾക്കൊന്നും പറ്റിയിട്ടില്ല അമ്മേ, അവൾ സുരക്ഷിതയാണ്. ആരാണിത് ചെയ്തത് അമ്മ, അത് പറ. മീനാക്ഷി അമ്മ അല്പനേരം മിണ്ടാതെ കിടന്നു. പറയമ്മേ, ആരാ ഇത് ചെയ്തത്? അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക അവരെ. പക്ഷേ മീനാക്ഷി അമ്മ പറയുന്നത് സത്യമല്ലെന്ന് ശിവജിക്ക് മനസ്സിലായി. അമ്മ കള്ളം പറയാൻ നോക്കണ്ട. അവരാരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിൽ ഭേദം അമ്മ തന്നെ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞ നീ അവരോട് വഴക്കിന് പോകരുത്. മീനാക്ഷിയമ്മയുടെ വാക്കുകൾ കുഴഞ്ഞു വന്നു. ഇല്ല, അമ്മ പറഞ്ഞോ. ഇരുമ്പ് കമാലും ടിപ്പർ ശെൽവവും. കമാൽ, ശെൽവം, ആ പേരുകൾ ശിവജി പല്ലുകൾക്കിടയിൽ വച്ച് ചതച്ചു. അതിനിടെ മീനാക്ഷിയമ്മ ആയാസപ്പെട്ട് ഇത്രയും കൂടി പറഞ്ഞു. ആ ട്രാക്ടർ ചന്ദ്രൻ ഉണ്ടായിരുന്നതുകൊണ്ടാ ഇത്രയുമെങ്കിലും. പിന്നെ ഒരു സത്യം കൂടി നിന്നോട് ഞാൻ പറയാം. ഇനിയൊരു പക്ഷേ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? നിന്റെ അച്ഛനെ കൊന്നതാ എൻ്റെ കൺമുന്നിൽ വെച്ച്. ആരാ? അലർച്ച പോലെയായിരുന്നു ശിവജിയുടെ ചോദ്യം. ഗോപിദാസ് MLA. കിടുങ്ങിപ്പോയി ശിവജി. അവന്റെ തലച്ചോറിൽ ഒരു വെള്ളിവിടി വെട്ടി. പക്ഷേ മീനാക്ഷിയമ്മയ്ക്ക് മിണ്ടാനായില്ല. അവരുടെ തുറന്ന വായി അങ്ങനെ തന്നെ ഇരുന്നു. ശിവജിയുടെ പുരുകൻ ചുളിഞ്ഞു. അമ്മേ, അവൻ അവരെ കുലുക്കി വിളിച്ചു. മീനാക്ഷിയമ്മയുടെ വായിൽ നിന്ന് ചുടുചോര പുറത്തേക്ക് ഒഴുകി. അമ്മേ! ശിവജിയുടെ അലർച്ച ആശുപത്രിയുടെ ഭിത്തിയിൽ തല്ലി അലച്ചു. അത് കേട്ട് ആളുകൾ ഓടിക്കൂടി. ശവദാഹം കഴിഞ്ഞു. മുറ്റത്തിന്റെ കുത്തുകലിൽ താടിക്ക് കൈകൊടുത്ത് അകലെ എവിടെയോ ദൃഷ്ടികൾ ഊന്നിയിരിക്കുകയായിരുന്നു ശിവജി. തൊട്ടരികിൽ അവന്റെ തോളിലേക്ക് തലചായ്ച്ചിരുന്നു ദുർഗ വിതുമ്പി.
ശവദാഹത്തിനു മുമ്പ് CA ആന്റണി അവളെ അവിടെ എത്തിച്ചിരുന്നു. ആന്റണിയും നാബി മജീദും കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജും അകലേക്ക് മാറി നിന്ന് എന്തോ അടക്കം പറഞ്ഞു. അവർക്കൊപ്പം സനീഷും പളനിച്ചാമിയും തമ്പിയുമുണ്ട്. ഖദീജയും സുഹറയും ദുർഗയ്ക്ക് അരികിലേക്ക് വന്നു. വാ മോളെ. ഖദീജ ദുർഗയുടെ തോളിൽ കൈവച്ചു. വന്ന് ഇത്തിരി നേരം കിടക്ക്. വേണ്ടുമ്മ. അവൾ ഏട്ടനെ അള്ളിപ്പിടിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ചെല്ലൻ. എന്തൊക്കെയോ ഓർമ്മിച്ച് അവൻ ഇടയ്ക്കിടെ തേങ്ങുകയും നടുങ്ങുകയും ചെയ്യുന്നു. അവൻ്റെ അരികിൽ അമരാവതി തള്ളയുമുണ്ട്. ശിവജി, CA ആന്റണി വിളിച്ചു. പെങ്ങളെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റി അവൻ എഴുന്നേറ്റു. പിന്നെ ആന്റണിക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. ആന്റണി അവൻ്റെ കല്ലിച്ച മുഖത്തേക്കും തിളച്ച കണ്ണുകളിലേക്കും നോക്കിയിട്ട് പറഞ്ഞു, ഇനി യുദ്ധം. എന്തിനും ഞാൻ ഉൾപ്പെടെയുള്ളവർ നിന്റെ കൂടെയുണ്ട്. നിയമവും നീതിയുമൊക്കെ കാറ്റിൽ പറത്തുകയാണ് നമ്മൾ. ചോരയ്ക്ക് മറുപടി ചോറുകൊണ്ട് തന്നെ. ശിവജി പിടഞ്ഞുണർന്നു. പ്രതികാരത്തിന്റെ കൊടുങ്കാറ്റ് ഒരാവേശമായി അവനിൽ പടർന്നിറങ്ങി. മജീദ്, അവൻ വിളിച്ചു. ആ ഇരുമ്പുകമാൽ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, ഉടനെ. മജീദ് ഉടനെ തന്നെ സെൽഫോൺ എടുത്ത് ചില നമ്പറുകളിൽ കുത്തി. തിടുക്കത്തിൽ എന്തോ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവൻ കോൾ കട്ട് ചെയ്തു. പിന്നെ ശിവജിയോട് പറഞ്ഞു, അരമണിക്കൂറിനുള്ളിൽ അവനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. മജീദ് പറഞ്ഞു നിർത്തിയതും താഴ്വാരത്ത് ഒരു പോലീസ് ജീപ്പിന്റെ സൈറൻ കേട്ടു. ഏവരും അവിടേക്ക് നോക്കി. പാറയെ വട്ടം ചുറ്റി ഒരു പോലീസ് ജീപ്പ് കയറ്റം കയറി വരുന്നു. ശിവജിയുടെ വീടിന് മുമ്പിലെ റോഡിൽ ജീപ്പ് ബ്രേക്ക് ഇട്ടു. കാക്കി പാൻസും വെള്ള ടീഷർട്ടും കറുത്ത കണ്ണടയും വെച്ച SI ചോര ഡേവിഡ് സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി. പുറകിൽ നിന്ന് പോലീസുകാരും. അതുവരെ കാതിൽ വെച്ചിരുന്ന സെൽഫോൺ എടുത്ത് ഡേവിഡ് പാൻസിന്റെ പോക്കറ്റിൽ തിരുകി. ചുറ്റുമൊന്ന് നോക്കിയിട്ട് അയാൾ മീശത്തുമ്പുകൾ മേലേക്ക് തള്ളി. തുടർന്ന് കുത്തുകല്ലുകൾ ചാടിക്കയറി ശിവജിയുടെ മുമ്പിലെത്തി. എന്തോ പറഞ്ഞതും അയാൾ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പോലീസുകാർക്ക് നേരെ തള്ളി. മിന്നൽ പോലെ ശിവജിയെ പോലീസുകാർ വട്ടം പിടിച്ചു. അവൻ ഒന്ന് കുതറി. അതിനിടെ ഞെരിച്ചമർത്തിയ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി. ഡേവിഡ് സാറേ, എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ ഈ കാണിക്കുന്ന കളികളുണ്ടല്ലോ, അതിനൊക്കെ എണ്ണി എണ്ണി നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇല്ലട ശിവജി. നേർത്ത ചിരിയോടെ ഡേവിഡ് മീശത്തുമ്പുകൾ ഒന്ന് പിരിച്ചു വെച്ചു. ചോദ്യം മറുപടിയുമൊന്നും നിനക്കിനി ആരോടും വേണ്ടി വരത്തില്ല. തന്നെ പിടിച്ചിരിക്കുന്ന പോലീസുകാരെ ശിവജി ഇടം കണ്ടിട്ടൊന്ന് നോക്കി. വന്നതുപോലെ രണ്ടു കാലി തിരിച്ചു പോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താവൂ. അല്ലെങ്കിൽ കരിമ്പിൻ ചണ്ടിയിട്ട് എല്ലാത്തിനെയും ഒന്നിച്ചങ്ങ് കത്തിച്ചു കളയും ഞാൻ. അടുത്ത നിമിഷം ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ പോലീസുകാരുടെ പിടിയൊന്നയഞ്ഞു. ആ നിമിഷം തന്നെ അവരെ ചിതറിച്ചുകൊണ്ട് ശിവജി മുന്നോട്ട് കുതിച്ചു. ഡേവിഡിന്റെ കഴുത്തിൽ ഇടംകൈയുടെ വിരലുകൾ ചേർത്തമർത്തി അയാളെ അവൻ പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. പിന്നിൽ നിന്ന് തെങ്ങിൽ ഡേവിഡിന്റെ ശരീരം ശിവജി ചേർത്തിടിച്ചു. തെങ്ങ് ഒന്ന് കുലുങ്ങി. നാബി മജീദും പളനിച്ചാമയും തമ്പിയുമൊക്കെ മുന്നോട്ടാഞ്ഞു. പല്ലു ഞെരിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു, ശിവജിയണ്ണ ഒരു വാക്ക് മിണ്ടിയാ മതി, പൂളിക്കളയും ഞാനിവനെ, മാങ്ങ പൂളുന്നത് പോലെ. ശിവജി തോളിന് മുകളിലൂടെ തല തിരിച്ച് തമ്പിയെ നോക്കി. വേണ്ട തമ്പി, ഈ സാറ് എന്തിനാണ് എന്നെ പിടികൂടിയതെന്ന് ഒന്ന് അറിയണമല്ലോ. അവൻ ഡേവിഡിന്റെ ഷർട്ട് പിടിച്ച് ഒന്ന് നേരെയിട്ടു. സാറേ, ഇവന്മാരെ കൂടുതൽ കളിപ്പാക്കാതെ ഉള്ള കാര്യം തുറന്നങ്ങ് പറ. ഡേവിഡ് പതറിയില്ല. അയാൾ അവിടെ നിൽക്കുന്നവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ പീറുകളുടെ ബലത്തിലാണ് നീ അഹങ്കരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കാന്തല്ലൂർ പഞ്ചായത്ത് മുഴുവൻ ഇളകി വന്നാലും നിനക്കിനി രക്ഷയില്ല. ശിവജിയുടെ പുരുകങ്ങൾ കൂട്ടിമുട്ടി. അവൻ നാബി മജീദിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഡേവിഡിന് നേരെ തിരിഞ്ഞു. അതിനിടെ ഡേവിഡ് കണ്ടു, അവറാച്ചനും തമിഴന്മാരുമടക്കം അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ചേർന്ന് തങ്ങൾക്ക് ചുറ്റും ഒരു വലയം തീർക്കുന്നു. ഇവിടെ നിന്ന് ശിവജിയെ കൊണ്ടുപോവുക അത്ര എളുപ്പമായിരിക്കില്ലെന്ന് ഡേവിഡിന് തോന്നി. അല്ല, ഉലക്ക വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കാതെ എന്നെ തിരക്കി വന്നത് എന്തിനാണെന്ന് പറ സാറേ. ശിവജി ഷർട്ടിന്റെ പിൻകോളർ ഒന്ന് ഇളക്കിയിട്ടു. കുന്നിറങ്ങി ചുറ്റി വന്ന ഒരു കാറ്റിൽ മീനാക്ഷിയമ്മയുടെ ചിതയിലെ ചാരം ഇളകി പറന്നു. അപ്പോൾ തെളിഞ്ഞ തീക്കനലുകൾ ശിവജിയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് ഡേവിഡ് കണ്ടു. അയാൾ പറഞ്ഞു, ശിവജി, സാക്ഷാൽ ഉടയ തമ്പുരാൻ നോക്കിയാൽ പോലും നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. ചാകരയ്ക്ക് വലയിൽ കുടുങ്ങിയ ചെമ്മീനുകളെ പോലെ എത്ര കേസുകളാടാ നിന്റെ പേരിൽ വരുന്നത്. 1 ചന്ദനമോഷണം, 2 സ്ത്രീ പീഡനം, 3 AC5 സുരേഷ് കുമാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകൽ,
അയാളെ തടവിൽ വെക്കൽ, അങ്ങനെ ഒരു പെരുമഴ. ഓ, അതാണോ കാര്യം? ശിവജി ഉറക്കെ ചിരിച്ചു. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജും തമ്പിയും നബി മജീദും പളനിച്ചാമിയും സനീഷുമൊക്കെ ഏതോ തമാശ കേട്ടതുപോലെ ഒപ്പം ചിരിച്ചു. ഡേവിഡിന് ഒന്നും പിടികിട്ടിയില്ല. തെല്ലകലെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ആന്റണി പെട്ടെന്ന് മുന്നോട്ട് വന്നു. ഡേവിഡ് അയാളെ കണ്ടിരുന്നില്ല. ചോര ഉൾവലിഞ്ഞതുപോലെ ഡേവിഡിന്റെ മുഖം വിളറിപ്പോയി. ഞൊടിയിടയിൽ അയാൾ അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. ആന്റണി ഒന്ന് ചിരിച്ചു. സസ്പെൻഷനിലായ CA കണ്ട് സല്യൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഡേവിഡ്? അതും രാജൻ പണിക്കർ സാറിന്റെയും ലെനിന്റെയും ശൗര്യക്കാരനായ താൻ. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ വിളറിപ്പോയി ഡേവിഡ്. സാർ, അത് ഞാൻ... താനൊരു കോപ്പും പറയണ്ട. ആന്റണി രണ്ടടി കൂടി മുന്നോട്ട് നീങ്ങി നിന്നു. എന്നിട്ട് ഡേവിഡിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ലേസർ രശ്മികൾ പതിഞ്ഞതുപോലെ ഡേവിഡ് മുഖം മാറ്റി. ശിവജിയെക്കുറിച്ച് നീ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആരാ അങ്ങനെയുള്ള പരാതികൾ തന്നത്? അതിന്റെ ഒരു കോപ്പി കാണിച്ച്, എന്നിട്ട് അവനെ നീ കൊണ്ടുവയ്ക്കോ? ആന്റണി പറഞ്ഞു. ഡേവിഡിന് മിണ്ടാനായില്ല. ആന്റണിയുടെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. എന്താടാ മിണ്ടാത്തത്? നിന്റെ അണ്ണാക്കിൽ ആരെങ്കിലും ചൂട് ഗോതമ്പുണ്ട തിരികെ വെച്ചോ? അതോ കഞ്ചാവ് കേസിൽ എക്സൈസുകാരുടെ ഇടിയേറ്റ് പണ്ടാറ് മടങ്ങിപ്പോയ നിന്റെ അപ്പൻ ഡാനിയൽ നരകത്തിൽ നിന്ന് ഫാക്സ് ചെയ്ത് തന്നതാണോ ഈ പരാതികൾ? സർ, ഡേവിഡ് കലി കൊണ്ട് നിന്ന് വിറച്ചു. അടുത്ത നിമിഷം ആന്റണി കൈവീശി ആഞ്ഞൊന്ന് പൊട്ടിച്ചു. ഡേവിഡ് വീച്ചുപോയി. നോക്കൂ ഡേവിഡ്, പ്രഷർ കൂടി വരുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം കരണത്ത് കിട്ടുന്നത് വളരെ നല്ലതാ. അറിയാതെ പ്രഷർ കുറഞ്ഞോളൂ. ബുള്ളറ്റുകളുടെ മുഴക്കം പോലെ ആന്റണിയുടെ ശബ്ദം ഡേവിഡിന്റെ കാതുകളിലേക്ക് പുളഞ്ഞിറങ്ങി. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കി. അവസാനം ആ കണ്ണുകൾ ശിവജിയുടെ മുഖത്ത് തറഞ്ഞു നിന്നു. നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതി തയ്യാറാക്കിയ പരാതിയുമായി ഞാൻ വരുമടാ. അന്ന് നിന്നെ ഒരുത്തനെ രക്ഷിക്കാനാവില്ല. അയാൾ വെട്ടിത്തിരിഞ്ഞ് പോലീസുകാരെ നോക്കുക പോലും ചെയ്യാതെ റോഡിലേക്ക് നടന്നു. ജീപ്പിന്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു അയാൾ. ജീപ്പ് സ്റ്റാർട്ടായി. അത് റോഡിൽ വട്ടം തിരിഞ്ഞു. പോലീസുകാർ ഓടിച്ചെന്ന് പിന്നിൽ തൂങ്ങി. നിലം പതിക്കുന്ന മിസൈൽ പോലെ ജീപ്പ് താഴ്വാരത്തിലേക്ക് പാഞ്ഞുപോയി. CA ആന്റണി ശിവജിയുടെ മുന്നിലെത്തി. മജീദിനെയും അയാൾ അടുത്തേക്ക് വിളിച്ചു. പിന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു. അന്ത്യയുദ്ധത്തിനുള്ള സമയമായെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഇര DYSP രാജൻ പണിക്കരായിരിക്കും. മറ്റുള്ളവർക്ക് ഒന്നും പിടികിട്ടിയില്ല. അഞ്ചുനാട് കേബിൾ വിഷന്റെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. സ്ക്രീനിൽ ആദ്യം തെളിഞ്ഞത് ഒരു ബൊക്കയുടെ ദൃശ്യം. തുടർന്ന് പാറയിടുക്കിൽ അളിഞ്ഞു കിടക്കുന്ന ഒരു മൃതദേഹം. അത് കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന പോലീസുകാരും ഗുണ്ടകളും. ക്യാമറയ്ക്ക് നേരെ നോക്കുന്ന DYSP രാജൻ പണിക്കരുടെ മുഖം വ്യക്തം. സ്ക്രീനിലെ ചിത്രം മാറി. അവിടെ ചന്ദ്രശേഖരുടെ മുഖം തെളിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ചത്തുകിടക്കുന്ന ഒരു കാട്ടുമൃഗത്തിന്റെ ദൃശ്യമല്ല. നീതി നിർവഹണത്തിനിടയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മറയൂർ സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിൾ പ്രഭാകരന്റെ ശവമാണ്. ഒപ്പം കണ്ട ജീവനുള്ള മുഖം ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത മൂന്നാർ DYSP രാജൻ പണിക്കരുടേതാണ്. പോലീസുകാർ കാലന്മാരാകുന്ന ഈ നാട്ടിൽ ഇങ്ങനെ എന്തുമാകാമല്ലോ. കോവർ കഴുതിലേക്കാൾ തരം താഴ്ത്തപ്പെട്ട നമ്മൾക്ക് ആര് ചത്താലെന്ത്, ആര് കൊന്നാലെന്ത്? നാളെയോ മറ്റന്നാളോ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് മാത്രമാണിത്. ജനം സ്തംഭിച്ചിരുന്നു. മറയൂരിലെ തന്റെ മാർജിൻ ഫ്രീ മാർക്കറ്റിലുള്ള പേഴ്സണൽ റൂമിലിരുന്നാണ് ലെനിൻ ഈ വാർത്ത കണ്ടത്. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കഴിവേറുടെ മോൻ ആകെ തൊലച്ചല്ലോ. അടുത്ത നിമിഷം അവന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഇരമ്പി. എടുത്തു നോക്കിയപ്പോൾ DYSP രാജൻ പണിക്കർ. ലെനിനെ, ഞാനാ. പണിക്കരുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. എന്താ സാറേ? ഒന്നും അറിയാത്തതുപോലെയായിരുന്നു ലെനിന്റെ ചോദ്യം. ലെനിൻ, വാർത്ത കണ്ടില്ലേ? ഇനിയുള്ള കാലം എനിക്ക് വീട്ടിലിരിക്കേണ്ടി വരും. വാർത്ത കണ്ടു. സാറ് വീട്ടിലിരുന്നാലെന്താ? 10ഓ 15ഓ തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഈ മറയൂരിൽ തന്നെ ഉണ്ടല്ലോ സാറേ. ലെനിൻ, താൻ എന്നെ കൈവിടുകയാണോ? കരയും പോലെയായിരുന്നു പണിക്കരുടെ ശബ്ദം. തൊപ്പിപോയ പോലീസുകാരന്റെ വില അറിയാമല്ലോ. തെരുവ് പട്ടിയൊക്കെ കഷ്ടമോ? എന്തോന്ന് കഷ്ടം സാറേ. ചിലപ്പോ ഒരു സസ്പെൻഷൻ. ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ആരാ? ജയിച്ചാൽ? അതെന്താടോ തനിക്കൊരു സംശയം? ഞാൻ ജയിക്കില്ലേ? ജയിക്കുമടോ. അതിനു വേണ്ടി എന്ത് കളിയും ഞാൻ കളിക്കും. പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഞാൻ പിന്നെ ആരാ? ആഭ്യന്തരമന്ത്രി.
അപ്പോ സസ്പെൻഷനും കോപ്പും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് തനിക്കൊരു പ്രൊമോഷൻ എന്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ എന്താ പോരെ? മതി, ധാരാളം മതി. എന്നാലും ആ ചാനലുകാര് ഇപ്പോൾ ഞാൻ തന്റെ ഒരു ഡയലോഗ് കടമെടുക്കുക, ലെനിൻ പറഞ്ഞു. പാടത്ത് പണി വരമ്പത്ത് കൂലി. പറഞ്ഞതും ലെനിൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ കണ്ടെയ്നർ സാബുവിനെയും ഇരുമ്പ് കമാലിനെയും വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. അഞ്ചുനാട് കേബിൾ വിഷന്റെ ഓഫീസോ അത് നിന്ന കെട്ടിടമോ ഇനി വേണ്ട. അതിന്റെ ചാരം പോലും ഇനി ആരും കാണാൻ ഇടപെടരുത്. ലെനിൻ മധ്യ ഗ്ലാസ് എടുത്ത് ഒരു സിപ്പ് ചെയ്തു. പിന്നെ മുറിയിലേക്ക് വന്ന സ്റ്റാഫിൽപ്പെട്ട ഒരു സുന്ദരിയെ അരികിൽ പിടിച്ചിരുത്തി. വശ്യമായ ഒരു ചിരിയോടെ അവൾ ലെനിന്റെ തോളിലേക്ക് മുഖം ചായച്ചു. മണ്ണാരപ്പെട്ടി, അഞ്ചുനാട് കേബിൾ വിഷൻ ഓഫീസ്. വാർത്ത വായിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ചന്ദ്രശേഖർ. പൊടുന്നനെ ഇടിമിന്നൽ പോലെ 3 സ്കോർപിയോ പാഞ്ഞു വന്നു. കേബിൾ വിഷൻ ഓഫീസിന്റെ മുന്നിലെ പാതി ഉണങ്ങിയ ചന്ദന മരത്തിനു മുമ്പിൽ ടയറുകൾ ഉറഞ്ഞ് വല്ലാത്തൊരു ശബ്ദത്തോടെ അവ നിന്നു. ചന്ദ്രശേഖർ പുരുകൻ ചുളിച്ച് തലയുയർത്തി. തൊട്ടടുത്ത കാർത്തിക് സ്റ്റോറിൽ പച്ചക്കറികൾ വാങ്ങിക്കാനെത്തിയവരും വെട്ടിത്തിരിഞ്ഞു നോക്കി. വാഹനങ്ങളിൽ നിന്നും കണ്ടെയ്നർ സാബുവും ഇരുമ്പ് കമാലും ടിപ്പർ ചെലവും അടങ്ങുന്ന 12 ഗുണ്ടകൾ ചാടിയിറങ്ങി. അവരുടെ കൈകളിൽ ഇരുമ്പ് വടികളും തിരുപ്പാച്ചി പോലുള്ള വാളുകളും. കൊല്ലവനെ! ചന്ദ്രശേഖറുടെ നേരെ നോക്കി സാബു അലറി. ഗുണ്ടകൾ മുന്നോട്ടാഞ്ഞു. ചന്ദ്രശേഖർ നടുങ്ങി നിന്നു. അടുത്ത നിമിഷം വണ്ടുകൾ പാഞ്ഞു വരുന്നത് പോലെ ഓട്ടോകൾ ചീറിയെത്തി. സ്കോർപിയോകളെ വലയം ചെയ്ത് അവ നിന്നു. സനീഷും യോവാനും ശ്യാമും തമ്പിയും അടങ്ങുന്ന ഡ്രൈവർമാർ ചാടിയിറങ്ങി. മണ്ണാരപ്പെട്ടി ബസ് സ്റ്റാൻഡിലെ മിക്ക ഡ്രൈവർമാരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. സെക്കൻഡുകൾക്കുള്ളിൽ അവർ ചന്ദ്രശേഖർക്ക് രക്ഷാകവചം തീർത്തു. യോവാൻ ഗുണ്ടകളെ നോക്കി ഗർജിച്ചു. നീയൊക്കെ ഏത് മറ്റടുത്ത അവന്മാരാണെങ്കിലും ചന്ദ്രശേഖർ സാറിനെ ഒന്ന് തൊട്ടു നോക്കിക്കേടാ. സാറിനെ തൊടുന്നവന്റെ കൈകൾ മാത്രമല്ല കാലുകളും വെട്ടി ചന്ദനക്കാട്ടിൽ എറിയും ഞാൻ. ഗുണ്ടകൾ ഒന്ന് പകച്ചു. ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് അവർ തീരെ ചിന്തിച്ചിരുന്നില്ല. പൊടുന്നനെ അവർ മറ്റൊരു കാഴ്ച കണ്ടു. കേബിൾ വിഷന്റെ ഓഫീസിനു മുമ്പിലും ചുറ്റുപാടുകളുമായി 5ഓളം പേർ വീഡിയോ ക്യാമറകളുമായി എല്ലാം ഒപ്പിയെടുക്കുകയാണ്. സംഗതി പന്തികേടാകുമെന്ന് അവർക്ക് ബോധ്യമായി. ടിപ്പർ ശെൽവം അണപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചു. ചന്ദ്രശേഖരൻ, നീയും നിന്റെ കേബിൾ വിഷനും 24 മണിക്കൂറിനപ്പുറം ഈ മറയൂരിൽ കാണില്ല. ഇത് ശെൽവത്തിന്റെ വാക്കാ. ചന്ദനമുട്ടിക്ക് പകരം കരിമ്പിൻ ചട്ടി കൊണ്ട് നിനക്ക് ഞാൻ പൊട്ടട തീർക്കും. ചന്ദ്രശേഖരൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തു. രോഷത്തോടെ ഗുണ്ടകൾ സ്കോർപിയോകളിൽ തിരിച്ചു കയറി. റോഡ് വലിച്ചു കീറുന്ന ഒച്ചയിൽ അവ ചിന്നാർ റോഡിലൂടെ പാഞ്ഞുപോയി. സമയം 12:30. അഞ്ചുനാട് കേബിൾ വിഷനിലെ ഫ്ലാഷ് ന്യൂസ്. കോൺസ്റ്റബിൾ പ്രഭാകരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി രാജൻ പണിക്കരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വാർത്ത കണ്ടവർ സന്തോഷത്തോടെ പറഞ്ഞു, ഈ വിനയൊക്കെ പണ്ടേ സർവീസിൽ നിന്ന് കളയേണ്ടതായിരുന്നു. സമയം 2:30. ഇരച്ചു വന്ന പോലീസ് ജീപ്പ് ക്വാർട്ടേഴ്സിന് മുമ്പിൽ നിന്നു. രോഷത്തോടെ രാജൻ പണിക്കർ ചാടിയിറങ്ങി. കഴിവുകളുടെ മോന്മാര്! തുടർന്ന് ഒരു പച്ചത്തെറി കൂടി വിളിച്ചുകൊണ്ട് അയാൾ സിറ്റ് ഔട്ടിലേക്ക് കയറി. കീശയിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും തൊപ്പിയെടുത്ത് ടീപ്പോയിലേക്ക് ഒരേറായിരുന്നു. നാശം പിടിക്കാൻ! അവന്റെയൊക്കെ കാൽ നക്കി നടന്നിട്ട് അവസാനം ബാക്കിയുള്ളവൻ പുറത്തായി. അക്കാര്യം വിളിച്ചു പറഞ്ഞപ്പോഴോ ചങ്കും കരളും ഒന്നുമല്ലല്ലോ സാറേ പോയത്, ജോലിയല്ലേന്ന്. ചുമ്മാ പൊക്കോട്ടേന്ന്. പെറുവിറുത്തുകൊണ്ട് അയാൾ ബെഡ്റൂമിലെത്തി. അലമാര വലിച്ചു തുറന്ന് മദ്യത്തിന്റെ ഒരു ഫുൾ ബോട്ടിലെടുത്തു. ആരോടോ ദേഷ്യം തീർക്കുന്നത് പോലെ അതിന്റെ അടപ്പ് തിരിച്ചു തുറന്ന് വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമിഴ്ത്തി. 2-3 കവിൾ അകത്താക്കിയിട്ട് കുപ്പി അയാൾ മേശപ്പുറത്ത് വെച്ചു. പിന്നെ പുറം കൈകൊണ്ട് ചുണ്ടു തുറച്ചു. അപ്പോൾ അല്പം ആശ്വാസം കിട്ടിയതുപോലെ തോന്നി പണിക്കർക്ക്. അയാൾ തന്റെ കാക്കി പാൻസും ഷർട്ടും അഴിച്ചെറിഞ്ഞു. നശിച്ച യൂണിഫോം! ഒരു ലുങ്കിയെടുത്ത് പണിക്കർ അരയിൽ ചുറ്റുമ്പോഴാണ് കോളിംബേൽ കരഞ്ഞത്. പണിക്കരുടെ പുരുകങ്ങൾ കൂട്ടിമുട്ടി. വല്ല പത്രക്കാരോ ചാനലുകാരോ ആയിരിക്കും. തന്റെ ശവം കാണാൻ നടക്കുന്ന തിണ്ടികൾ. തറ ചവിട്ടി കുലുക്കി അയാൾ പുറത്തേക്ക് കുതിച്ചു. വാതിൽ വലിച്ചു തുറന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ടതും പണിക്കർ ഒന്ന് പരുങ്ങി. CI ആന്റണി. എന്തു വേണം നിനക്ക്? പണിക്കർ ഗർജിച്ചു. ഒരു ജോലി വേണം. സാറിന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ആന്റണി ചിരിച്ചു. പിന്നെ പെട്ടെന്ന് ഓർമ്മിച്ചതായി ഭാവിച്ചുകൊണ്ട് തുടർന്നു. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. ജോലി പോയ സാർ എനിക്ക് എന്തോന്ന് ജോലി വാങ്ങിത്തരാനാ അല്ലേ? ആന്റണി! വൈരപ്പൊടി വീണതുപോലെ പണിക്കരുടെ കണ്ണുകൾ തിളങ്ങി. ജോലി പോയ എനിക്ക് പുല്ല്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ തിരിച്ചു കയറും.
പക്ഷെ നിന്റെ കാര്യം അതല്ല. കാക്കിയിട്ട് പോലീസ് ജീപ്പിന്റെ മുമ്പിൽ ഞെളിഞ്ഞിരിക്കാമെന്നോ മേലുദ്യോഗസ്ഥന്മാരോട് കയർത്ത് സംസാരിക്കാമെന്നോ നീ ഇനി വിചാരിക്കണ്ട. ആന്റണിയുടെ ഭാവം മാറിയത് പെട്ടെന്നാണ്. അതെന്താടാ, തന്റെ അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ പോലീസ് ഡിപ്പാർട്ട്മെന്റ്? ആന്റണി. അതേടാ, ഞാൻ തന്നെ. പണിക്കർ പുറത്തേക്ക് കൈ ചൂണ്ടി. നിനക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. പറയാനല്ല, പ്രവർത്തിക്കാനാ സാറേ ഞാൻ വന്നിരിക്കുന്നത്. പണിക്കരുടെ കണ്ണുകൾ കുറുകി. എന്ത് പ്രവർത്തിക്കാൻ? സാറ് മറന്നുപോയോ? കോൺസ്റ്റബിൾ പ്രഭാകരൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രാജൻ പണിക്കർക്ക് അപകടത്തിന്റെ ചൂരടിച്ചു. ആന്റണിയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് മനസ്സ് മന്ത്രിച്ചു. ഞൊടിയിടയിൽ അയാൾ പിന്തിരിയാൻ ഭാവിച്ചു. എന്നാൽ ആന്റണി കാലുയർത്തി ഒറ്റ ചവിട്ട് പണിക്കരുടെ നെഞ്ചിനു മധ്യേ അത് കൊണ്ടു. വല്ലാത്തൊരു വിലാപത്തോടെ അയാൾ പിന്നോട്ട് തെറിച്ചു. സെറ്റിയിൽ ചെന്നിടിച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ അതിനു മീതെ കൂടി അപ്പുറത്തേക്ക് മറിഞ്ഞു. യാതൊരു തിടുക്കവും കൂടാതെ ആന്റണി അകത്തേക്ക് കയറി വാതിലടച്ച് ബോൾട്ടിട്ടു. പണിക്കർ തറയിൽ നിന്ന് കുതിച്ചെഴുന്നേറ്റു. നായിന്റെ മോനെ, നീ എന്നെ? അതെ, കോൺസ്റ്റബിൾ പ്രഭാകരൻ എനിക്കൊരു സബോർഡിനേറ്റിനെ പോലെ ആയിരുന്നില്ല, കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു. അവനെ താനു കൂടി ചേർന്ന് കൊന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അവന്റെ അന്തകരായാൽ ഇവിടെ എന്ത് നിയമപാലനം, എന്ത് നീതി? ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തുടച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കള്ളു കച്ചവടക്കാരനും ചന്ദനം കൊള്ളക്കാരനും കൂട്ടിക്കൊടുപ്പുകാരനും ഭൂമാഫിയക്കാരനും പിമ്പിന്റെ പണി ചെയ്യുന്ന തന്നെ പോലുള്ള 40 തന്തമാർക്ക് ജനിച്ച ഒരുത്തനും സർവീസിൽ വേണ്ട. ഇവിടെ ഞാൻ ഇതിനൊരു പരീക്ഷണം തുടങ്ങുന്നു. തനിക്ക് ഭാഗ്യമുണ്ടോടോ പണിക്കരെ? ഇവിടുത്തെ മാധ്യമങ്ങൾ തന്റെ മുമ്പിൽ നിരക്കും. തന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഒപ്പിയെടുക്കും. അതൊക്കെ ജനങ്ങളുടെ കണ്ണിലും കാതിലും എത്തിക്കും. ചത്തു നെഞ്ചിൽ റീത്ത് വെച്ച് ഞെളിഞ്ഞു കിടക്കുമ്പോഴും തനിക്ക് അഭിമാനിക്കാൻ ഒരു വകയായി. പറഞ്ഞതും ആന്റണി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയും സിറിഞ്ചും എടുത്തു. ആന്റണി എന്തിനുള്ള പുറപ്പാടാണെന്ന് രാജൻ പണിക്കർക്ക് വ്യക്തമായില്ല. അയാൾ കുപ്പിയിലേക്കും സിറിഞ്ചിലേക്കും ആന്റണിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. 1 ഇഞ്ചോളം നീളമുള്ള കുപ്പി, അതിൽ നീല നിറത്തിലുള്ള ഒരു തരം ദ്രാവകം. ആന്റണി ഒന്ന് ചിരിച്ചു. ഇതെന്താണെന്ന് സാറിന് മനസ്സിലായില്ല അല്ലേ? പാമ്പിൻ വിഷം. സാറ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതാണിത്. ആന്റണി അയാൾക്കെതിരെ കസേരയിലിരുന്നു. പിന്നെ തുടർന്നു. സാറിന്റെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ. ഇത് ആന്റണി സ്റ്റൈലുള്ള ഒരു പരീക്ഷണമാ. ഞാൻ താമസിക്കുന്നിടത്ത് ഇന്നലെ ഒന്നാം തരം ഒരു മൂർഖനെ കണ്ടു. കരിമൂർഖൻ. അവൻ ഫണം വിരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു നല്ല ഐഡിയ തോന്നി. വൃത്തിയുള്ള ഒരു കമ്പെടുത്ത് ഞാൻ അതിന് നേരെ നീട്ടിപ്പിടിച്ചു. പാമ്പ് കമ്പിൽ കൊത്തിയതും കണ്ണീർ തുള്ളികളുടെ വലിപ്പത്തിൽ 2 നീലത്തുള്ളികൾ താഴേക്കൊലിച്ചു. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു സാറേ. പിന്നെ പാമ്പിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ തുള്ളികൾ ഭദ്രമായിട്ട് കുപ്പിയിൽ ശേഖരിച്ചു. അത് ഉറഞ്ഞു പോകാതിരിക്കാൻ ഇത്തിരി വെള്ളവും ചേർത്തു. ഒന്നാം തരം സാധനമാ സാറേ. സാറിനെ പോലെയുള്ള തന്തയ്ക്ക് പിറക്കാത്തവന്മാർക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല പാരിതോഷികം. മിഴിച്ചിരിക്കുകയാണ് പണിക്കർ. എന്താണ് ഇവ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ആന്റണി സൂക്ഷ്മതയോടെ ആ കുപ്പി തുറന്നു. പിന്നെ നീല ദ്രാവകം സിറിഞ്ചിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ കഥ അവസാനിക്കാൻ പോവുകയാണ് സർ. ഇത്രയും കാലം സാറ് ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ആ കരിമൂർഖന്റെ വക വിഷം കൊണ്ടൊരു റീത്ത്. രാജൻ പണിക്കർ കിടുങ്ങിപ്പോയി. ആന്റണി, നീ ഇങ്ങനെ പേടിപ്പിക്കുന്ന തമാശകൾ പറയരുത്. തമാശയല്ല സാറേ, സത്യം. എന്റെ പ്രഭാകരന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? സാറിനെ ഞാൻ കൊന്നതാണെന്ന് ഡിപ്പാർട്ട്മെന്റിലോ പുറത്തോ ഒരാൾക്കും സംശയം തോന്നില്ല. കാരണം സാറിന്റെ ശരീരത്തിൽ പാമ്പിൻ പല്ലുകളുടെ കൃത്യമകലത്തിൽ ഞാൻ ഈ സിറിഞ്ച് കൊണ്ട് 2 കുഞ്ഞു കുത്തുകൾ തരും. ശേഷം രാജൻ പണിക്കർ എന്ന 3rd റേറ്റ് ബാസ്റ്റാർഡ് ആചാര വെടിക്ക് പോലും അർഹതയില്ലാതെ ചത്തു മളച്ചങ്ങനെ കിടക്കും. ആന്റണി! ഞൊടിയിടയിൽ രാജൻ പണിക്കർ പിന്നോട്ട് കുതിച്ചു ചെന്ന് മേശയുടെ ഡ്രോ വലിച്ചു തുറന്നു. അതിനുള്ളിലിരുന്ന റിവോൾവറിലേക്ക് കൈവയ്ക്കാനുള്ള നേരമേ കിട്ടിയുള്ളൂ. മിന്നൽ പോലെ ആന്റണി പറന്നെത്തി. ഒറ്റ ചവിട്ട് പണിക്കരുടെ കൈപ്പത്തി ചതച്ചുകൊണ്ട് ഡ്രോ അടഞ്ഞു. ആ! പണിക്കർ അലറി വിളിച്ചുകൊണ്ട് ആന്റണിയുടെ കാൽ തട്ടിക്കളയാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല.
യാതൊരു തിടുക്കവും കൂടാതെ ആന്റണി സിറിഞ്ചിന്റെ മുന അയാളുടെ ശരീരത്തിലേക്ക് ചേർത്തു. മറയൂർ മാർജിൻ ഫ്രീ മാർക്കറ്റിലുണ്ടായിരുന്ന ലെനിനും SI ചോര ഡേവിഡും ജാജൻ പണിക്കരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം എത്തിയതായിരുന്നു ഇരുവരും. ഡേവിഡ് കസേരയിലിരുന്നു. പക്ഷേ ലെനിന് ഇരിപ്പുറച്ചില്ല. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അസ്വസ്ഥതയോടെ അവൻ മുറിയിൽ അങ്ങിങ്ങു നടന്നു. സ്വയം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഇടയ്ക്കിടെ തല വെട്ടിക്കുന്നുണ്ട്. ഇല്ല ഡേവി സാറേ, പണിക്കര് സാർ മരിച്ചത് പാമ്പ് കടിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അജ്ഞാതനായ ഒരു ശത്രു എവിടെയോ മറഞ്ഞിരുന്ന് നമുക്കെതിരെ പട നയിക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഡേവിഡിന്റെ പുരുകൻ ചുളിഞ്ഞു. കണ്ണുകൾ ചുരുങ്ങി. അയാൾ മീശത്തുമ്പുകൾ ഇടം കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് മേലേക്കൊന്ന് തള്ളി. അങ്ങനെയൊരു ശത്രു? അതെ, ലെനിൻ ശിരസിളക്കി. നമ്മളും ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ ഒരാൾ ഈ മറയൂരോ? ലെനിന്റെ കാൽ കീഴിൽ നിന്ന് പട നയിക്കാൻ കേൾപ്പുള്ളവൻ ശിവജിയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അവനെ മാത്രം ശത്രുസ്ഥാനത്ത് കാണുന്നതിൽ അർത്ഥമില്ല. പിന്നെയുമുണ്ടല്ലോ ഒരുപാട് പേർ. അപ്രത്യക്ഷനായ SI ധർമ്മരാജൻ, C ആന്റണി, ട്രിപ്പ് ഡ്രൈവർ ചന്ദ്രൻ, നാബി മജീദ്, ഇവരെല്ലാം ഒന്നിച്ചു ചേർന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ലെനിൻ സിഗരറ്റ് ആസ്ട്രയിൽ കുത്തി തിരുകി. കളൻ ഒട്ടും നേരമില്ല. കണ്ടെത്തണം ശത്രുവിനെ. കൊത്തിയരിഞ്ഞ് കുഴിച്ചു മൂടണം. അതും കഴിഞ്ഞ് ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ചോര ഡേവിഡ് തീരുമാനിച്ചുറച്ചതുപോലെ എഴുന്നേറ്റു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ദേവികുളം മണ്ഡലത്തിലെ ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി ലെനിൻ ദാസാണെന്ന് പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനമായി. വിവരം അപ്പോൾ തന്നെ ലെനിൻ അറിഞ്ഞിരുന്നു. അന്ന് രാത്രി MLA ഗോപിദാസ് വീട്ടിലെത്തുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. തീരുമാനം അറിഞ്ഞല്ലോ അല്ലേ? ഇനിയെങ്കിലും നിന്റെ സ്വഭാവം ഒന്ന് നേരെയാക്കി ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും ജീവിച്ചാൽ നന്ന്. ഗോപിദാസ് മകന്റെ മുഖത്തേക്ക് നോക്കി. തീരുമാനം മാത്രമല്ല അറിഞ്ഞത്, എന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ അച്ഛൻ നടത്തിയ കളികളും അറിഞ്ഞു. ഗോപിദാസിന്റെ മുഖത്തൊരു കാളിമ മിന്നി. കളികളോ? എന്ത് കളികൾ? ഞാൻ തന്നെ നിന്നാൽ മതിയെന്ന് പാർട്ടി ചെയർമാൻ നിർബന്ധം പിടിച്ചിട്ടും ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചതാണോ കളികൾ? ലെനിൻ ഒന്ന് ചിരിച്ചു. എന്റെ അച്ഛനെ ചെയർമാനേക്കാൾ അറിയുന്നവനാണല്ലോ ഞാൻ. അധികാരത്തിന്റെ ശർക്കര കുടത്തിൽ കൈയിട്ട് നക്കുക മാത്രമല്ല, ആ കുടം കക്ഷത്തിൽ വെച്ച് നടക്കുന്നവൻ കൂടിയാണ് അച്ഛനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലെനിൻ! ഗോപിദാസിന്റെ ഒച്ചയോർന്നു. തെമ്മാടിത്തരം പറയരുത് നീ. നമ്മുടെ പാർട്ടിയുടെ ലീഡറാണ് ഞാൻ. നിന്നെ മത്സരിപ്പിക്കേണ്ടെന്ന് ഇനി ഞാൻ വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ നടന്നിരിക്കും. പിന്നെ കുറെ നടക്കും. എന്താ നടക്കില്ലേ? ഗോപിദാസ് ജുബയുടെ കൈ മേലേക്കൊന്ന് തുറത്തു വെച്ചു. നടക്കില്ല, ഒട്ടും നടക്കില്ല. അഥവാ നടക്കുമെന്ന് എനിക്ക് തോന്നിയാൽ പിറ്റേന്ന് പാർട്ടി ലീഡർ ഉറങ്ങുന്നത് പുഷ്പചക്രങ്ങൾ നെഞ്ചത്ത് വെച്ചുകൊണ്ടായിരിക്കും. ലക്ഷ്യം നേടാൻ എനിക്ക് ഒരുപാട് വഴികളുണ്ടെന്ന് അച്ഛനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഗോപിദാസിന് ആകെ പെരുത്തു കയറി. അയാൾ കൈവീശി മകന്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. ലെനിൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കവളിൽ കൈ പൊത്തിക്കൊണ്ട് അവൻ അച്ഛനു നേരെ വലങ്കയുടെ ചൂണ്ടുവിരൽ നീട്ടി. എന്നെ തല്ലി ഈ കൈയുണ്ടല്ലോ, വെട്ടി അരിഞ്ഞിടും ഞാൻ. അവൻ മുന്നോട്ടാഞ്ഞു. അപ്പോഴേക്കും സുധാമണി അകത്തു നിന്നും പാഞ്ഞെത്തി. അച്ഛന്റെയും മകന്റെയും ഇടയിലേക്ക് കയറി അവർ ഒരു തടസ്സം തീർത്തു. ഇത് വലിയ കഷ്ടമാണല്ലോ. അച്ഛനും മകൻ തമ്മിൽ എപ്പ കണ്ടാലും കീരിയും പാമ്പും പോലെ. ഗോപിദാസ് ഭാര്യയെ ഇടം കൈകൊണ്ട് ഒരു വശത്തേക്ക് മാറ്റി. പിന്നെ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ കാളസർപ്പം എനിക്ക് തന്നെ ഉണ്ടായതാണോടി, അതോ? തക്ഷകന് കാളസർപ്പമല്ലാതെ മറ്റെന്തുണ്ടാകാനാ? സുധാമണി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. പൂരുകോഴികളെപ്പോലെ ഗോപിദാസും ലെനിനും ഒരു വട്ടം കൂടി പരസ്പരം നോക്കി. പിന്നെ ഇരുഭാഗത്തേക്കും തിരിഞ്ഞു. ആ നിമിഷം രണ്ടുപേരുടെയും ഉള്ളിൽ ചില ഉറച്ച തീരുമാനങ്ങളുണ്ടായിരുന്നു. രാത്രി ലെനിനും SI ചോര ഡേവിഡും തിരുമൂർത്തിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇരുവരുടെയും ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നിട്ട് കട്ടിളയിൽ ചാരി സങ്കടത്തോടെ നിൽക്കുകയാണ് ദേവമ്മ. നേരത്തെ അത്താഴം കൊടുത്തിട്ട് കുട്ടികളെ അകത്തെ മുറിയിലെ തറയിൽ പായ് വിരിച്ച് ഉറക്കി കിടത്തിയിരുന്നു അവൾ. നിന്റെ മുഖത്തെന്താടി ഒരു സന്തോഷമില്ലാത്തത്? ഡേവിഡ് സാറിനെ കണ്ടതുകൊണ്ടാണോ? സാറ് നമ്മുടെ സ്വന്തം ആളാണടി. അത് ശരിയാണെന്ന മട്ടിൽ ഡേവിഡ് തലയിളക്കി ഒന്ന് ചിരിച്ചു. ഒപ്പം അവളെ അടിമുടിയൊന്ന് നോക്കുകയും ചെയ്തു. ലെനിൻ പറഞ്ഞപ്പോൾ ഇവൾ ഇത്രയും സുന്ദരിയായിരിക്കുമെന്ന് ഡേവിഡ് വിചാരിച്ചിരുന്നില്ല. ഒരു ഗുണ്ടയുടെ ഭാര്യയായി കഴിയേണ്ടി വന്ന ഇവളുടെ ഒരു യോഗമേ. ദേവമ്മ ഒന്നും പറയാതെ തറയിലേക്ക് മിഴികൾ ഊന്നി നിന്നതേയുള്ളൂ.
ഒരിറക്ക് മദ്യം കൂടി കഴിച്ചിട്ട് ലെനിൻ എഴുന്നേറ്റ് അവളുടെ അടുത്തെത്തി. പിന്നെ അവളുടെ തോളിൽ കൈവച്ചു. ഡേവിഡിന്റെ മുമ്പിൽ വെച്ചുള്ള ആ പ്രവൃത്തി അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവൾ പിന്നോട്ട് മാറി. എന്താടി ഇന്നൊരു പുതുമ? ഓ, ഡേവിഡ് സാർ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. പിന്നെ ഡേവിഡ് സാറ് നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ സഹകരിക്കണം, അവൻ പറഞ്ഞു. പറ്റില്ല, അവൾ വെട്ടിത്തിരിഞ്ഞു. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ മുതലാളിയെ അനുസരിച്ചെന്ന് വെച്ച് എന്നെ അത്തരത്തിൽ കാണരുത്. ഓ പിന്നെ, എന്നെ അനുസരിച്ചത് കൊണ്ട് നീ ഇന്ന് 3 നേരം ഉണ്ടുറങ്ങി സുഖമായി കഴിയുന്നില്ലേ? ഇതിൽ ഭേദം മരിക്കുന്നതായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകളിൽ 2 തുള്ളികൾ നിന്ന് വിറച്ചു. കണ്ണത്തരം പറയുന്നോടി കഴിവറുടെ മോളെ. ഡേവിഡ് സാറിനെ എവിടെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടത്തിയിരിക്കും. പിന്നെ നിനക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊന്നുതരാം. അവൻ തന്റെ വലതുകൈ മുന്നോട്ട് നീട്ടി കാണിച്ചു. ഒരുപാട് പേരുടെ ചോര പോണ്ട ഉറപ്പ് തീർന്ന കയ്യടി പുല്ലേ ഇത്. നിന്നെ മാത്രമല്ല, ഈ കിടന്നുറങ്ങുന്ന നിന്റെ മക്കളെ കൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ നിമിഷം. ലെനിൻ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. രോഷത്തോടെ ദേവമ്മ പൊടുന്നനെ അവനെ തടഞ്ഞു. അയ്യോ വേണ്ട, എന്റെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യരുത്. എങ്കിൽ ഡേവിഡ് സാറിനെ ഇങ്ങോട്ട് വിടുകയാണ് ഞാൻ. ദേവമ്മയ്ക്ക് ശബ്ദിക്കാനായില്ല. താൻ വീണ്ടും വീണ്ടും ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ലെനിൻ തിരിഞ്ഞു നടന്നു. വാതിൽക്കൽ എത്തിയതും പറഞ്ഞു, പിന്നെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തിരുമൂർത്തി മടങ്ങിയെത്തും, പൂർണ്ണ ആരോഗ്യവാനായി. എന്നാലും ഇടയ്ക്കിടെ നമ്മൾ തമ്മിൽ കാണും കേട്ടോ. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അപ്പുറത്തേക്ക് ഇറങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖത്തൊരു വഷളം ചിരിയുമായി ചോര ഡേവിഡ് കടന്നു വന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ലെനിനും ഡേവിഡും തിരിച്ചു പോകാൻ സുമോയിൽ കയറുമ്പോൾ സമയം 12:30. കരിമ്പിൻ തോട്ടങ്ങളിൽ മഞ്ഞിൽ കുതിർന്ന കാറ്റു വീശിക്കൊണ്ടിരുന്നു. വാതിലടയ്ക്കാനായി ദേവമ്മ പുറത്തേക്ക് വന്നതാണ്. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു നിഴൽ പിടച്ചു. ദേവമ്മ ഞെട്ടി പിന്നോട്ട് മാറി. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആ മുഖം കണ്ടു. തിരുമൂർത്തി. മൂർത്തിയണ്ണ, അവൾ ആഹ്ലാദത്തോടെ വിളിച്ചു. മൂർത്തി പക്ഷേ പ്രതികരിച്ചില്ല. അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ മുറിക്കുള്ളിലേക്ക് ചുവടുകൾ വെച്ചു. ഭീതിയാൽ ദേവമ്മയുടെ ഉടലൊന്ന് വിറകൊണ്ടു. പെട്ടെന്ന് പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ഒരടി വീണു. ദേവമ്മ വട്ടം കറങ്ങി തറയിൽ വീണു. അതിനിടെ അകലെ എവിടെ നിന്നോ എന്നവണ്ണം തിരുമൂർത്തിയുടെ വാക്കുകൾ കേട്ടു. നോയിന്റെ മോളെ, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഞാനിവിടെ വന്നിട്ട് 2 മണിക്കൂറായി. അല്ല അല്ല, തറയിൽ കിടന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് അവൾ വിലപിച്ചു. ചതിച്ചത് നിങ്ങളാ. നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞ് ലെനി മുതലാളി എവിടെ കൊണ്ടുവന്നതും സൽക്കരിച്ചതും ആരാ? എന്നിട്ടൊടുവിൽ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയപ്പോ ഞാനൊരു പെണ്ണാ. അവളുടെ നാവിൽ നിന്നും വാക്കുകൾ ചിതറിക്കൊണ്ടിരുന്നു. കണ്ണീരും നിസ്സഹായതയും ഇടകലർന്ന വാക്കുകൾ. നിങ്ങൾ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ലെനിനു വേണ്ടി കൊല്ലാനും ചാകാനും പെൺകുട്ടികളെ വേട്ടയാടാനും നടന്നപ്പോ അവനിൽ നിന്ന് തന്നെ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയില്ല അല്ലേ? നിങ്ങൾക്കും ഒരു കുടുംബജീവിതമുണ്ടെന്ന് മനസ്സിലാക്കണമായിരുന്നു. ഭാര്യയുടെ മുമ്പിൽ ആദ്യമായി പതറിപ്പോവുകയായിരുന്നു തിരുമൂർത്തി. അവളെ പ്രതിരോധിക്കാൻ ഒരു വാക്ക് പോലും അയാൾക്ക് കിട്ടിയില്ല. ലെനിൻ. അവന്റെ മുഖം തിരുമൂർത്തി മനസ്സിലിട്ട് ചതച്ചു. അയാളുടെ കണ്ണുകളിൽ പകയുടെ കനലുകൾ ക്രൂരമായി തിളങ്ങി. ശിവജിയുടെ വീട്. സമയം സന്ധ്യ. മഞ്ഞു മൂടിയ മുറ്റത്തിട്ട ഫൈബർ കസേരകളിൽ ശിവജിക്കൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നു. നാബി മജീദ്, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ്, അവറാച്ചൻ, CI ആന്റണി. ട്രെയിൽ ആവി പറക്കുന്ന ചുക്കുകാപ്പിയുമായി ദുർഗ അവിടേക്ക് വന്നു. അവൾ ഗ്ലാസ് എടുത്ത് ഓരോരുത്തർക്ക് നീട്ടി. ആന്റണിയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുക്കുമ്പോൾ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു പുഞ്ചിരി മിന്നുന്നത് അവൾ കണ്ടു. നാണത്തിന്റെ ഒരു കുട്ട പൂവ് വീണതുപോലെ അവളുടെ മുഖത്തും ഒരു ഭാവമാറ്റം വന്നു. തിടുക്കത്തിൽ കണ്ണുകൾ പിൻവലിച്ച് അവൾ വീടിനുള്ളിലേക്ക് തിരിച്ചുപോയി. ഒരിറക്ക് കാപ്പി കുടിച്ചിട്ട് പറഞ്ഞു വന്നതിന്റെ ബാക്കിയായി ആന്റണി തുടർന്നു. ലെനിൻ തന്നെ ഇലക്ഷന് നിൽക്കുമെന്ന് ഉറപ്പായ നിലയ്ക്ക് അവനെ തോൽപ്പിക്കുക മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഗ്രാൻഡിസ് മരത്തിന്റെ കാര്യം മുതൽ സുനന്ദയുടെ മരണം വരെ നമ്മൾ അവനെതിരെ പ്രയോഗിക്കണം. അതുവരെ ആ കഴിവേറി മോനെ ജീവനോടെ വെച്ചിരിക്കണം സാറേ. നാബി മജീദിന്റെ മുഷ്ടികൾ ഒന്ന് മുറുകി. മരക്കൊമ്പ് ഒടിയുന്നതുപോലെ ഞൊട്ടകൾ കേട്ടു. അവന്റെ കാര്യം എനിക്ക് വിട്ടേരെ. അവർ അച്ഛനും ആവേശത്തിലായി. എന്റെ ആൾക്കാർ വേണ്ടത് ചെയ്തോളൂ. ലെനിനെ ആർക്കും വിട്ടുതരത്തില്ല ഞാൻ. എനിക്ക് വേണം. കൊല്ലാനല്ല, തകർക്കാൻ.
കാലുകളില്ലാതെ അവനീ മറയൂരും കാന്തല്ലൂരും ഇഴഞ്ഞു നടക്കുന്നത് എനിക്ക് കാണണം. ശിവജിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു മുഴക്കമുണ്ടായിരുന്നു. ആ വാക്കുകൾ ഏറ്റുപിടിച്ചിട്ടെന്നവണ്ണം കുന്നിറങ്ങി ഒരു കാറ്റ് ചീറി വന്നു. പെട്ടെന്ന് ആന്റണിയുടെ സെൽഫോൺ ഇരമ്പി. അയാൾ അതെടുത്ത് കാതോട് ചേർത്തു. 1/2 മിനിറ്റ് സംഭാഷണം. പിന്നെ തിടുക്കത്തിൽ കാപ്പി ഗ്ലാസ് താഴെ വെച്ച് ആന്റണി എഴുന്നേറ്റു. എന്താ സാറേ? ശിവജി ഉദ്യോഗത്തോടെ തിരക്കി. അവൻ വന്നിട്ടുണ്ട്, ആ തിരുമൂർത്തി. എനിക്ക് അവനെ വേണം. SP മുമ്പിൽ ഹാജരാക്കാൻ. സത്യങ്ങൾ അവന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരണം. ആന്റണി തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ കഴിയും മുമ്പ് അയാൾ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുതിച്ചു കയറി. ജീപ്പ് കോവിൽക്കടവ് റോഡിലൂടെ പാഞ്ഞുപോയി. നാബി മജീദ് തിരിഞ്ഞ് ശിവജിയെ നോക്കി. നമ്മൾ ലെനിനൊരു വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ സമയം. നീ അത് മറന്നുപോയോ? ഇല്ല, നല്ല കാര്യങ്ങൾ നീട്ടിവെക്കരുതെന്നാ. ലെനിൻ എവിടെയുണ്ടെന്ന് നിന്റെ സൈന്യത്തെ വിളിച്ച് തിരക്ക്. നമ്മൾ ഉടൻ അവിടേക്ക് പുറപ്പെടും. മജീദ് അപ്പോൾ തന്നെ ആർക്കോ മെസ്സേജ് അയച്ചു. 5 മിനിറ്റിനുള്ളിൽ മറുപടി കിട്ടി. ദുർഗയെയും ചെല്ലനെയും അമരാവതി തള്ളയുടെ വീട്ടിലാക്കിയിട്ട് ശിവജിയും നാബി മജീദും അവറാച്ചനും അടങ്ങുന്ന സംഘം ലെനിന്റെ താവളത്തിലേക്ക് പുറപ്പെട്ടു. മജീദിന്റെ ക്വാളിസിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.